സാഹചര്യത്തിന്റെ സമ്മർദ്ദത്താൽ സ്ഥാനഭ്രംശനം നടത്തേണ്ടി വരുന്ന ഒരു സമൂഹത്തിന്റെ ഉള്ളിലാണ് നാം ഇപ്പോൾ ജീവിക്കുന്നത്. പിറന്ന മണ്ണും ജനിച്ച നാടും സ്വർഗത്തേക്കാൾ സുന്ദരമാണെന്ന് കവികൾ പാടിയിട്ടുണ്ടെങ്കിലും അതിന്നും ഒരു ഭൂതപ്പാട്ട് പോലെ കാറ്റിൽ അലയുന്നു. വിദേശ രാജ്യങ്ങൾ വിദ്യാഭ്യാസത്തോടൊപ്പം തൊഴിലും വാഗ്ദാനം ചെയ്യുമ്പോൾ ഇവിടുത്തെ യുവത്വങ്ങൾ അവിടേക്ക് പലായനം ചെയ്യപ്പെടുന്നു. ഇവിടെ ഇരുട്ടിൽ മാണിക്യം തപ്പുന്ന കുറെ അധികാരികളും ആരോ ചവച്ചു തുപ്പിയ ചണ്ടി പോലെ കുറെ വാർദ്ധക്യം ഇവിടെ മിച്ചമാകും. ഈ വ്യവസ്ഥിതിക്ക് മാറ്റം വരുത്താൻ നാം ഓരോരുത്തരും സന്നദ്ധരാകേണ്ട സമയം സമാഗതമായിരിക്കുന്നു. പിറന്ന മണ്ണ് പെറ്റമ്മയും നാം ചരിക്കുന്ന മണ്ണ് വളർത്തുമ്മയും ആണെന്ന യാഥാർത്ഥ്യത്തിലേക്ക് ഞങ്ങൾ വെറുതെ ഒന്ന് വിരൽ ചൂണ്ടുകയാണ്. അനുഗ്രഹിച്ചാൽ കാലത്തിൻ കാഞ്ഞിരച്ചില്ലയിൽ കിളിമകൾ കാഞ്ചി പാടുന്നു മണിവേണുയിൽ. കാലത്തിൻ കാഞ്ഞിരച്ചില്ലയിൽ കിളിമകൾ കാഞ്ചി പാടുന്നു മണിവേണുയിൽ. അക്ഷരലക്ഷങ്ങൾ വിരിയുന്നു സ്നേഹത്തിൻ അക്ഷയ തേജസ്സിൻ ഗായത്രിയ. അക്ഷരലക്ഷങ്ങൾ വിരിയുന്നു സ്നേഹത്തിൻ അക്ഷയ തേജസ്സിൻ ഗായത്രിയ. കാലത്തിൻ കാഞ്ഞിരച്ചില്ലയിൽ കിളിമകൾ കാഞ്ചി പാടുന്നു മണിവേണുവിൽ. സാഗരമൗനങ്ങൾ സാമോദം പാടുന്നു സകലയത്തിന്റെ പൊൻചിന്തുകൾ. സാഗരമൗനങ്ങൾ സാമോദം പാടുന്നു സകലയത്തിന്റെ പൊൻചിന്തുകൾ. നന്മകൾ നിറയുന്നു കാരുണ്യം ചൊരിയുന്നു നക്ഷത്രഗീതങ്ങൾ സ്നേഹാർദ്രമാ. നന്മകൾ നിറയുന്നു കാരുണ്യം ചൊരിയുന്നു നക്ഷത്രഗീതങ്ങൾ സ്നേഹാർദ്രമാ. കാലത്തിൻ കാഞ്ഞിരച്ചില്ലയിൽ കിളിമകൾ കാഞ്ചി പാടുന്നു മണിവേണുയിൽ. അക്ഷരലക്ഷങ്ങൾ വിരിയുന്നു സ്നേഹത്തിൻ അക്ഷയ തേജസ്സിൻ ഗായത്രിയ. വലകൾ നെയ്യുകയായിരിക്കും അല്ലേ? ഓരോണ് നീ. വർഷങ്ങൾക്ക് മുമ്പ് തിരക്കേറിയ ഒരു കോടതി വരാന്തയിൽ ആളൊഴിഞ്ഞ കോണിൽ വെച്ചാണ് ആദ്യമായി ഞാൻ ഈ ചോദ്യം കേട്ടത്. ആരാണ് നീ? നിനക്ക് എന്താണ് വേണ്ടത്? നീതി. വർഷങ്ങളായി എനിക്ക് നിഷേധിക്കപ്പെട്ട നീതി അതെനിക്ക് തിരിച്ചു തരാൻ കഴിയോ? ദ മോസ്റ്റ് ആൻഡ് ഗ്രേറ്റ് അഡ്വക്കേറ്റ് സ്വാമിനാഥ, നിങ്ങൾക്ക് അർഹിക്കുന്ന നീതി ആർക്കും കിട്ടും. അതാണ് കോടതി ചട്ടം. കോടതി ചട്ടം. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്ന കോടതി ചട്ടം കാറ്റിൽ പറത്തിയതാരാ? നീ. നിയമപുസ്തകത്തിലെ കാണാപ്പുറങ്ങളിൽ നിന്നും
ഓർമ്മയുണ്ടോ നിനക്ക്? കഴിഞ്ഞു പോയ ഏതോ ദുരന്ത കഥയുടെ തുടർക്കഥയുമായി ഈ എന്റെ പുറകെ വരരുത്. പോ, മടങ്ങിപ്പോ. അല്ലെങ്കിൽ ഉഗ്രപ്രതാപിയായ ഏതെങ്കിലും മന്ത്രവാദിയെ കൊണ്ടുവന്ന് നീറുകയിൽ ആണിയടിച്ച് നിശ്ചലമാക്കും ഞാൻ. അതിന് നിന്നെ ഞാൻ ദ്രോഹിക്കാൻ വന്നതല്ലല്ലോ സ്വാമിനാഥ, നിന്റെ ക്ഷേമം അന്വേഷിക്കാൻ വന്നതല്ലേ? വേണ്ട, എനിക്കാരുടെയും സഹതാപവും ക്ഷേമാന്വേഷണവും വേണ്ട. അത് മനുഷ്യശ്രീ ആയാലും യക്ഷിയായാലും ബ്രഹ്മരക്ഷസായാലും. ഈ മണ്ണിന് മുകളിൽ വെണ്ണിന് താഴെ ഒരു പെണ്ണിന്റെ നിഴലോട്ടം കണ്ടാൽ ഞെട്ടി വിറയ്ക്കുന്ന നിന്നെ ആരാടാ ഓണായിക്കൊണ്ടിരിക്കുന്ന നാണം കെട്ടവനെ? ഞാൻ നിന്നെ ദ്രോഹിക്കില്ല, ഞാൻ നിന്നെ ദ്രോഹിക്കേയില്ല. നീ ചെയ്തു തീർത്ത പാപത്തിന്റെ കനികൾ ഭക്ഷിച്ച് ഒരു നാൾ നീ തളർന്നു വീഴുമ്പോൾ നിന്നെ കൊണ്ടുപോകാൻ വരുന്ന കാലന്റെ വഴികാട്ടിയാണ് ഞാൻ. വെറും ഒരു വഴികാട്ടി. എടോ എരുമേലി, ഓ എന്തോ താനവിടെ എന്തെടുക്കാടോ? സീരിയല് കാണുമായിരുന്നു. സുരഭിയും സുഹാസിനിയും ഇന്ന് ക്ലൈമാക്സാ. തന്റെ ഒരു ഒടുക്കത്തെ സീരിയൽ കാണാൻ ഇവിടെ എന്തൊക്കെയാണോ നടക്കുന്നത്? സീരിയല് സുരഭിയും സുഹാസിനിയും. ഉന്തം പോയാ ജനലൊക്കെ അടയ്ക്കണോ? ഓ അടച്ചോളാമേ. എടോ ആ കർട്ടനൊക്കെ ഇടണോ? ആ ഇട്ടു. എടോ കർട്ടൻ ഇടണോ? ആ ഇട്ടോളാമേ എന്റെ പൊന്നോ. അധികം അവകാശവാദങ്ങളും നിറയെ വാക്താരിയും ഇല്ലാതെ ഈ കലോപഹാരം ഞങ്ങൾ അഭിമാന പുരസ്സരം നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. അനുഗ്രഹിച്ചാലും ആശീർവദിച്ചാലും. ഒരു കൊച്ചു ഗ്രാമത്തിൻ്റെ പച്ചയായ കഥയുമായി ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ. മകം പിറന്ന ദുർഗ. അവതരണം സരസ്വതി കലാപീഠം ആലുവ. വേദിയിൽ ടി കെ പ്രസാദ്, മണികണ്ഠൻ കീരമത്ത്, അശോക് രംഗൻ, ശശി എം എ, രാജു പി, ഹനോജ്, ശിവപ്രിയ അഖിൽ, അശ്വതി കാക്കനാട്, ദേവി അശോകൻ ആലുവ. ഗാനരചന രാജശേഖരൻ കീരമത്ത്. സംഗീതം ശ്രീകുമാർ ആലുവ. ആലാപനം മഹേഷ് ആലുവ, ചന്ദ്രമതി ടീച്ചർ. രംഗപടം സി കെ ലാലു, സ്റ്റിൽസ് കെ എസ് ചന്ദ്രബോസ്. ദീപവിധാനം ശശി പാലിയേത്ത്. സ്റ്റുഡിയോ സ്വർലയ അശോകപുരം. പശ്ചാത്തല സംഗീതം ജെയിംസ് ജി അശോകപുരം. നാടകരചന സംവിധാനം ടി എസ് മോഹൻ. ദുർഗേച്ചി, ദേ ഹരിയേട്ടൻ വിളിക്കുന്നു. ഇത് ദുർഗ. കേരളക്കരയുടെ വടക്കുകിഴക്കൻ ജില്ലയായ പാലക്കാട് പച്ചപ്പ് മാത്രം മൂടിപ്പൊതിച്ചു കിടക്കുന്ന കർഷക നിമിടമായ ഒരു മലയോര ഗ്രാമം. അവിടെ കർഷക സ്ത്രീയുടെ കലപ്പയ്യേന്തിയ പരമ്പനായരുടെയും ദാശായണി ചേട്ടത്തിയുടെയും ഒരേയൊരു മകൾ. നാളെ നേരം പുലർന്നാൽ ഈ മാലാകക്കുട്ടിയുടെ മംഗല്യമാണ്. അതിൻ്റെ ആഘോഷമാണ് ഇന്ന്
ഇവിടെ നടക്കുന്നത്. ഒരു കല്യാണം കഴിഞ്ഞപ്പോഴേക്കും നടത്തിപ്പുകാരന്റെ നടു ഒടിഞ്ഞു എന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പോ അക്ഷരാർത്ഥത്തിൽ അത് നടന്നു. നടന്നത് ചെറിയ കല്യാണമൊന്നും ആയിരുന്നില്ലോ, ഗംഗേമമായിരുന്നില്ലേ? 2 തരം പ്രഥമനും 18 തരം കറികളും. ആവും നാവിൽ നിന്നും ആ രുചി അങ്ങ് മായുന്നില്ല. എല്ലാം പരദൈവങ്ങളുടെയും പൂർവികരുടെയും അനുഗ്രഹം. ആരാകത്ത്? പുറത്തേക്ക് 1-2 ഗ്ലാസ് ചായയോ കാപ്പിയോ ആകാം. ഇപ്പോഴാണ് മനസ്സിനകത്ത് ഒരു കുളിർമഴ പെയ്തത്. പരമനാരുടെ നേർച്ചയും പ്രാർത്ഥനയും ഭഗവാൻ നേരിട്ടങ്ങ് കേട്ടു.
സ്ഥലം നേരത്തെ ഇങ്ങ് തന്നു എന്ന് നിരീക്ഷാ മതി. അതേടോ രാമൻ നായരെ, എൻ്റെയും എൻ്റെ പെണ്ണിൻ്റെയും ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഞങ്ങളുടെ മകൾ ദുർഗയെ നന്നായി വളർത്തുക, പഠിപ്പിക്കുക, നല്ല രീതിയിൽ മംഗല്യം കഴിച്ച് അയക്കുക എന്നുള്ളത്. ഭഗവാന്റെ കടാക്ഷം കൊണ്ട് എല്ലാം ഭംഗിയായി നടന്നു. പരമനായർ പണ്ടേ പറയുമായിരുന്നല്ലോ, തന്റെ മകളെ നല്ല തിക്കും തിരക്കും അല്പസ്വല്പം ബഹളമൊക്കെയുള്ള ഒരു പട്ടണത്തിലേക്കേ കെട്ടിക്കുള്ളൂ എന്ന്. തെക്കും തിരക്കും എനിക്കാകെ പേടി തോന്നുന്നു ഭഗവാനെ. ഈ മാമലക്കപ്പുറത്ത് ഒരു രാജ്യമുണ്ടെന്ന് അറിയാത്തവരാ നമ്മളൊക്കെ. നമ്മളൊക്കെ ഈ പട്ടിക്കാട്ടിൽ വളർന്നുകൊണ്ടല്ലേ ദാക്ഷായനമ്മ അങ്ങനെയൊക്കെ തോന്നുന്നത്. ഈ നാടിനപ്പുറത്തെ വലിയൊരു ലോകമുണ്ട്, അവിടെ കുറെ നല്ല മനുഷ്യരുമുണ്ട്. പക്ഷെങ്കിലേ അവര് നമ്മളെ പോലുള്ളവരല്ല. അതെന്താ? അവിടെ വലിയ വലിയ കമ്പനികളുണ്ട്, അവിടെ വേലയുണ്ട്, കൂലിയുണ്ട്, കൈ നിറയെ കാശുമുണ്ട്. അപ്പൊ ഇവിടെ വേലയും കൂലിയുന്നില്ലേ? ഇത് നല്ല കൂട്ട്. വേല എടുക്കാൻ മനസ്സുണ്ടെങ്കിലേ എവിടെ ചെന്നാലും വേല ചെയ്യാം. അതിനിവിടെ എന്ത് ജോലിയാണോ ദാക്ഷായനമ്മ? വെല്ലവടക്കാരുടെ പാടത്തെ കൂലിപ്പണിയാ, അതോ പാട്ടത്തിന് പറമ്പെടുത്തുകൊണ്ട് കപ്പയും ചേനയും നട്ടു നനയ്ക്കലാ? അപ്പോ ഈ തൊഴിലുറപ്പ് പണിയൊന്നും അവിടെ ഇല്ലേ? അവിടെ ഇതുപോലെ കാടും പടർപ്പൊന്നുമില്ലെന്നേ തൊഴിലുറപ്പുകാർക്ക് വെട്ടി നിരത്താൻ. പണ്ടത്തരം പറയല്ലേ എന്റെ പൊതു ഭാഷയില്ലേ. ഒരു ബുദ്ധിമാൻ. ഈ തൊഴിലുറപ്പിന് പോകുന്ന ഞങ്ങളെ പോലുള്ള പെണ്ണുങ്ങളെയൊന്നും കളിയാക്കുകയൊന്നും വേണ്ട. 100 പണിയെങ്കിൽ 100 പണി, എട്ടണമെങ്കിൽ എട്ടണം. കിട്ടണതേ ഞങ്ങൾക്കൊരാശ്വാസമാണ്. അതും ശരിയാണ്. സാധാരണക്കാരന്റെ അടുപ്പിൽ തീ പുകയാൻ സർക്കാരിന്റെ ഒരു കൈത്താങ്. ഇതിനെ ഇപ്പോ തൊഴിലിരിപ്പെന്നോ തൊഴിൽ കിടപ്പെന്നോ തൊഴിലുറക്കമെന്നോ ഒക്കെ പറഞ്ഞ് ആളുകൾ അധിക്ഷേപിക്കുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ജോലി ചെയ്യാൻ ആരോഗ്യമുള്ളിടത്തോളം കാലം ഞങ്ങൾ ഈ പണിക്ക് പോകും. 100 തൊഴിൽ 100 കൂലി, അതാണ് ഞങ്ങളുടെ മുദ്രാവാക്യം. അത് പിന്നെ ഏതു പണിക്കാ അല്പസ്വല്പമൊക്കെ വിശ്രമമില്ലാത്ത അല്ലേ രാമൻ നായരെ? ഏതായാലും സർക്കാർ ജോലിക്കാരെ പോലെ മുഴുവൻ സമയം വിശ്രമമല്ലല്ലോ. അതിരിക്കട്ടെ, മരുമകൻ പട്ടണത്തിൽ എന്താ ജോലി? വലിയ ബാങ്കിലാ ജോലി. ഒരു കൈ കൊണ്ട് പണം എണ്ണി മേടിക്കുന്നു, മറുകൈ കൊണ്ട് പണം എണ്ണി എണ്ണി കൊടുക്കുന്നു. നമ്മുടെ കരയോത്തിലെ ഖജാൻജിയെ പോലെ. അപ്പോ ചുരുക്കം പറഞ്ഞ ഈ പരമനായർക്കും ദാക്ഷായനമ്മയ്ക്കും സുഖമായി അങ്ങ് വിശ്രമിക്കാം, അല്ലയോ? എങ്ങനെ വിശ്രമിക്കും രാമൻ നായരെ? മകൾക്ക് വാങ്ങിയ 10 പവന്റെ സ്വർണ്ണാഭരണങ്ങൾ, കല്യാണത്തിന്റെ ചിലവുകൾ, ഇതിനുള്ള പണം മുഴുവൻ എവിടെ നിന്നാണെന്ന് കരുതിയേ? 4 സെന്റ് പുരയിടത്തിന്റെ ആധാരം തീരാക്കി കൊടുത്തിട്ട സഹകരണ ബാങ്കിൽ നിന്നും ലോൺ എടുത്തത്. കലയോഗം പ്രസിഡന്റും എന്റെ 1-2 ബന്ധുക്കളും ചോദിച്ചു, പരമനായരെ, നിങ്ങൾ ഈ ചെയ്യുന്നത് അതിമോഹമല്ലേ? കൊക്കിൽ ഒതുങ്ങിയത് കൊത്തിയാൽ പോരെ? എന്നിരുന്നാലും എന്റെയും ഇങ്ങേരുടെയും ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഞങ്ങളുടെ മകളെ പട്ടണത്തിലേക്ക് കെട്ടിച്ചയക്കണമെന്ന്. ഞങ്ങളുടെ മകളും അവൾക്കുണ്ടാകുന്ന മക്കളും പട്ടണത്തിന്റെ പ്രൗഢിയിൽ വളർന്നു വലുതായി ദാ ഈ മുറ്റത്ത് വന്നു നിന്ന് അമ്മാമേ എന്നൊരു വിളി കേൾക്കണം. എന്ത് രസമായിരിക്കും അല്ലേ? അതിരിക്കട്ടെ, നമ്മുടെ മണവാട്ടിക്കുട്ടിയെ പുറത്തേക്കൊന്നും കണ്ടില്ലല്ലോ. എവിടെ? ദുർഗേ, ദുർഗേ.
അയ്യോ, നിനക്ക് തിരി തെളിയിക്കുന്നല്ലേ ഈ ദുർഗ. എന്റെ സങ്കടം നിന്നോടല്ലാതെ ഞാൻ ആരോട് പറയാ എന്റെ ദേവിയെ. ഇന്ന് ഞാൻ പോവാ ഈ നാട്ടിൽ നിന്ന്, ഈ വീട്ടിൽ നിന്ന്. ഞാൻ പോണതേ പട്ടണത്തിലേക്കാ. വലിയ പത്രാസുകാരിയായി ഞാൻ തിരിച്ചു വരുമ്പോഴേക്കും പൊടി പിടിച്ചും കാട് പിടിച്ചും നീ ഇവിടെ നിന്ന് എവിടേക്കെങ്കിലും ഓടി പോവോ? എനിക്ക് പോകണ്ടോ. തരം കിട്ടുമ്പോഴൊക്കെ ഞാനിവിടെ വന്ന് തിരി തെളിച്ചോളാം. അതിനുള്ള അനുവാദം ഞാൻ മൂപ്പരോട് ചോദിച്ചോളാം. എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്തേക്കണേ. അച്ഛൻ വിളിക്കുന്നു. നീ ഇതാരോടാണ് സംസാരിക്കുന്നേ? ആരുമില്ല. ആരുമില്ലേ? അപ്പൊ നീ ഇത്ര നേരം വർത്താനം പറഞ്ഞതോ? അത് പിന്നെ അത് ഞാൻ പ്രാർത്ഥിച്ചതാ. പ്രാർത്ഥിച്ചു? എന്റെ മോള് മനസ്സൊരുക്കി പ്രാർത്ഥിച്ചു. നാളെ മറ്റൊരു വീട്ടിൽ കുടുംബിനിയായി കഴിയേണ്ടവളാണെന്ന്. ചെന്ന് കയറുന്നിടം സ്വർഗമാകാൻ വേണ്ടി എന്റെ മോള് പ്രാർത്ഥിച്ചു. എത്ര വലിയ നരകമായാലും ഞാൻ ചെന്ന് കേറുമ്പോൾ തന്നെ അവിടെ സ്വർഗമാക്കാനുള്ള സൂത്രപ്പണിയൊക്കെ എനിക്കറിയാം എന്റെ ദാക്ഷായണിയമ്മേ. നിന്റെ ഈ കുട്ടിക്കളിയും കുസൃതിത്തരമൊന്നും അവിടെ നടക്കില്ല മോളെ. അതേ പട്ടണമാണെന്നാ കേട്ടെ. പട്ടണം ദേ എല്ലാം നോക്കിക്കൊണ്ടൊക്കെ ചെയ്യണം മോളെ. ആരെ കൊണ്ടും മോശമെന്ന് പറയിപ്പിക്കരുത്. അതൊക്കെ പിന്നെ എനിക്കറിയില്ലേ അമ്മേ. പിന്നെ എനിക്കൊരു സങ്കടമേ ഉള്ളൂ. ഞാൻ പോയി കഴിഞ്ഞാ അച്ഛനും അമ്മയും ഇവിടെ തനിച്ചാവില്ലേ അമ്മേ? അത് പിന്നെ നാട്ടു നടപ്പല്ലേ മോളെ, നടത്താതിരിക്കാൻ പറ്റൂ? വരന്റെ കൈ പിടിച്ച് മകൾ വീട് വിട്ടിറങ്ങുമ്പോൾ ഈ 4 ചുവരുകൾക്കുള്ളിൽ നിന്നല്ല, 2 ഹൃദയങ്ങൾക്കുള്ളിൽ നിന്നാണ് അവൾ പടിയിറങ്ങുന്നത്. വിതുമ്പുന്ന ചുണ്ടുമായി അവൾക്ക് യാത്രാമൊഴി നൽകുമ്പോൾ പതറുന്ന ഹൃദയത്തിന്റെ വേദന പറഞ്ഞറിയിക്കാൻ പറ്റില്ല മോളെ. ജീവിക്കണം, നന്നായി ജീവിക്കണം. ഭർത്താവിനെ കൺകണ്ട ദൈവമായി തന്നെ കാണണം. അവിടെ എന്ത് കുറവുണ്ടെങ്കിലും കൂടുതലുണ്ടെന്നേ അച്ഛനോട് പറയാം. കാരണം അമ്മമാർക്കെല്ലാം സഹിക്കാൻ കഴിയും. പക്ഷേ അച്ഛന്മാരുടെ മനസ്സ് കരിങ്കല്ലാണെന്ന് എല്ലാവരും പറയുമായിരിക്കും. അല്ല കുഞ്ഞെ, അച്ഛന്റെ മനസ്സ് തൊട്ടാവാടി പോലെയാണ്. പെട്ടെന്ന് വാടും, പെട്ടെന്ന് പ്രതികരിക്കും. നന്നായി വരും. എന്റെ മോള് ദീർഘായുസോടെ വളരും. മതി അമ്മേ, ഈ ദുർഗയ്ക്ക് എത്ര മാത്രം മതി. മോളെ, ഇനിയുള്ള നാളുകളിൽ നിനക്ക് നല്ലത് പറഞ്ഞു തരാനോ ഉപദേശിക്കാനോ ഞങ്ങളില്ല. അതുകൊണ്ട് ഈ അമ്മ പറയുന്നത് നീ കേൾക്കണം. കാണാത്തത് കണ്ടാൽ കണ്ണടച്ചേക്കണം. അഴുതാത്തത് കണ്ടാൽ പ്രതികരിക്കണം. ഒരു ഭാര്യയെന്നും സീതാദേവിയെ പോലെ പരിശുദ്ധയായിരിക്കണം, പവിത്രതയായിരിക്കണം, സർവോപരി ക്ഷമാശീലമുള്ളവളായിരിക്കണം. ഈ വാക്കുകൾ ഉരുവിട്ട് പഠിച്ചാൽ ഒരു സ്ത്രീ പോലും ഇവിടെ അമലയാകില്ല. അമ്മേ, മോളെ. ഇതായിപ്പോ നന്നായേ. പ്രാർത്ഥിച്ച് പടിയിറങ്ങുന്നതിന് പകരം രണ്ടാളും നിന്ന് കരയുന്നു. അമ്മയുടെ അനുഗ്രഹം വാങ്ങിക്കഴിഞ്ഞെങ്കിൽ നേരം വൈകുന്നു, ഇറങ്ങാം. ഇനിയൊരു യാത്ര പറച്ചിൽ അച്ഛനോട് വേണ്ട. പണ്ട് ഈ ചൂണ്ടുവിരലിൽ പിടിച്ച് സ്കൂളിൽ പോകുന്ന ഒരു കൊച്ചു ദുർഗയുടെ മുഖംകൂടി മനസ്സിൽ മൈക്കൂടെ ഓർമ്മിക്കാൻ അച്ഛനത് മതി. പഴകി ദ്രവിച്ച തകരപാത്രം പോലെ വലിച്ചെറിഞ്ഞ് കളയല്ലല്ലോ എന്റെ കുട്ടിയെ ഞാൻ. കരുത്തുള്ള കൈകളിൽ പിടിച്ച് ഏൽപ്പിക്കുകയല്ലേ ചെയ്തു. ഇത്
അച്ഛന്റെ ഒരു മോഹമായിരുന്നു മോളെ. അല്ല, ഒരു തരം സ്വാർത്ഥത. സ്വന്തം മകൾക്ക് വേണ്ടി മിടുക്കനായ ഒരു മരുമകനെ കണ്ടെത്താൻ അച്ഛൻ കാണിച്ച വേവലാതിക്ക് സ്വാർത്ഥത എന്നൊരു വാക്കുണ്ടെങ്കിൽ ഈ മണ്ണിൽ പിറന്ന ഏറ്റവും വലിയ സ്വാർത്ഥൻ ഈ അച്ഛനാണ് മോളെ. അല്ല, എന്റെ അച്ഛൻ പാവമല്ലേ? എനിക്ക് നല്ലത് വരാനല്ലേ എന്റെ അച്ഛൻ ചെയ്യൂ. അതെ മോളെ. കണ്ട, ഇത് കണ്ട, മകളെ പോറ്റാൻ വേണ്ടി കണ്ടത്തിലിറങ്ങി പണിയെടുത്ത് കരിവാളിച്ചതാ. എന്തൊക്കെയാണ് മോളോട് പറഞ്ഞു കൊടുക്കുന്നേ? മക്കൾ അറിയണം മാതാപിതാക്കളുടെ കഷ്ടപ്പാട്. ഈ കറുത്ത് കരിവാളിച്ച ശരീരത്തിനകത്ത് ഒരു വെളുത്ത ഹൃദയമുണ്ടെന്ന് മക്കൾ അറിയണം. എന്നാലേ മക്കളുടെ വളർച്ചയ്ക്ക് പൂർണ്ണത ലഭിക്കൂ. കാരണം നാളെ ഇവരും മാതാപിതാക്കളാവേണ്ടവരാണ്. മറക്കില്ല അച്ഛാ. അമ്മയുടെ താരാട്ട് പാട്ടും അച്ഛന്റെ വാത്സല്യവും ഈ ദുർഗ ഒരിക്കലും മറക്കില്ല. എന്റെ മകള് പടിയിറങ്ങുമ്പോ പിടിച്ചു നിൽക്കാനുള്ള കെൽപ്പ് തന്നേക്കണേ എന്റെ ഗുരുവായൂരപ്പാ. വീണ്ടുമൻ കൗമാര സ്വപ്നമുടഞ്ഞോരി മണ്ണിൽ ഞാൻ പാദമൂന്നി നിൽക്കേ. എന്തിനൻ ചുണ്ടുവിതുമ്പി സ്മൃതിയുടെ ഏതോ വിഷാദച്ചുരുട്ടി മാഞ്ഞു. വീണ്ടുമൻ കൗമാര സ്വപ്നമുടഞ്ഞോരി മണ്ണിൽ ഞാൻ പാദമൂന്നി നിൽക്കേ. എന്തിനൻ ചുണ്ടുവിതുമ്പി സ്മൃതിയുടെ ഏതോ വിഷാദച്ചുരുട്ടി മാഞ്ഞു. പട്ടണത്തിന്റെ പ്രതീക്ഷയിലേക്ക് പറഞ്ഞിറങ്ങിയ എന്റെ പഠിച്ചിട്ടേക്കാണ് നമ്മുടെ പ്രിയ അയൽക്കാരും എന്റെ കുറച്ച്
ഇങ്ങോട്ട് വരുന്നത്. കൃത്യമായ പുഞ്ചിരിയോടെ നമുക്ക് അവരെ വരവേൽക്കാം. അയ്യോ ഹരിയേട്ടാ, എനിക്ക് അവര് പേടിയാവും. പരിചയമില്ലാത്ത നാട്, പരിചയമില്ലാത്ത ആൾക്കാർ. ശ്ശോ, ഞാൻ അങ്ങോട്ട് പോവാം. ഈ ഫ്ലാറ്റെല്ലാം അലങ്കരിച്ച് നമ്മുടെ വരവിനായി കാത്തിരിക്കുകയാണ് അവർ. ഇവിടെ ചെറിയൊരു വിശേഷം നടന്നാൽ പോലും അത് വലിയൊരു ആഘോഷമാക്കി മാറ്റുന്ന ടീമാണ്. ശ്ശോ, എനിക്കിതൊന്നും പരിചയമില്ല ഹരിയേട്ടാ. പിന്നെ ഈ നഖം കടിക്കലും കാലുവിരൽ കൊണ്ടുള്ള ചിത്രമെഴുത്തൊന്നും ഇവിടെ പാടില്ല. ഇവിടെ തല ഉയർത്തി നിൽക്കണം. ഇല്ല ഈ സമൂഹത്തിൽ ജീവിക്കാൻ കേട്ടത് ഒരു അനാഥനായ എൻ്റെ ജീവിതത്തിലേക്ക് പ്രകാശം വരുത്താൻ വന്നത് എൻ്റെ ദുർഗയ്ക്ക് ഞാൻ എന്താണ് തരേണ്ടത്? പറയൂ. ഹരിയേട്ടാ, എന്ത് ഭംഗിയാണെന്ന് നോക്കാൻ. എന്ത് വലിയ കെട്ടിടങ്ങൾ, എന്തുമാത്രം വാഹനങ്ങൾ. ശരിക്കും ഒരു സ്വർഗം പോലെ. ഹരിയേട്ടാ, ശരിക്കും ഞാനൊരു ഭാഗ്യവതിയല്ലേ? ഹരിയേട്ടൻ എന്നെ കാണാനും എന്നെ ഇവിടെ കൊണ്ടുവരാനും ഞാൻ എന്ത് പുണ്യമാ ചെയ്ത് ഹരിയേട്ടാ. അയ്യോ അരുത്, നമ്മൾ തമ്മിൽ ഇമാതിരിയുള്ള ഫോർമാലിറ്റീസിന്റെ ഒക്കെ ആവശ്യമുണ്ടോ? ചിലർത്ഥത്തിൽ ഞാനല്ലേ ഭാഗ്യവാൻ. ഞാനെന്ന ദുർഗയെ പെണ്ണ് കാണാൻ വന്നപ്പോൾ എന്റെ വീട്, നാട്, വീട്ടിൽ ആരൊക്കെ ഉണ്ട് എന്നൊന്നും മോള് ചോദിച്ചില്ല. ഒരു അനാഥനായ എന്റെ ജീവിതത്തിലേക്ക് പ്രകാശം വരുത്താൻ വന്ന ദുർഗയല്ലേ. നിർബന്ധമാണെങ്കിൽ അടുത്ത ആഴ്ച അവിടുന്ന് താഴേക്ക് ചാടിയ ചാവൂലേട്ടാ. പേടിച്ചോ? ഞാൻ വെറുതെ ഒരു കഴുതമാശിക്ക് പറഞ്ഞല്ലേ. ഒരു ദുഃഖപുത്രി ആവാനല്ല നീ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതും നമ്മൾ തമ്മിൽ ഒരുമിച്ച്. ഒരു നീലക്കടലോളം സ്നേഹമുണ്ട് എൻ്റെ മനസ്സിൽ. ആ അലയുടെ കുളിർക്കാറ്റേറ്റ് ഞാൻ അങ്ങോട്ട് മാറി ചേർന്ന് നിൽക്കും. ഇല്ല, സമ്മതിക്കില്ല. ചേർന്ന് നിൽക്കാൻ പോയിട്ട് അടുത്ത് നിൽക്കാൻ പോലും സമ്മതിക്കില്ല. ആ സ്വാമി അമ്പലത്തിലെയും ആശ്രമത്തിലെയും ഒന്നുമല്ല, ഹൈക്കോർട്ടിലെ. കൂടുതൽ സാമ്യം അവിടെ ജഡ്ജി വക്കീലൊക്കെ അല്ലേ ഉള്ളത്. എന്നാൽ ഇവിടെ അങ്ങനെ ഒരു അവതാരമുണ്ട്. പിന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും അങ്ങനോട് പോയി ചോദിച്ചേക്കരുത്. ഭൂതമാണ്, ഭൂതം. നേരത്തെ പറഞ്ഞ സ്വാമിയാണ്. മനോഹരിയായ ഒരു മലയാളി മംഗ. Hello, Mrs. Haridhan. I am KK Joseph from Block 3 AC. I am Papi Karus from block number 2A5. ഞാൻ അടിയിലും ജോസഫ് ചയൻ മുകളിലും. അർത്ഥം വ്യക്തമാക്കി പറയൂ പപ്പി, കേൾക്കുന്നവർ തെറ്റിദ്ധരിക്കും. സോറി മിസ്സിസ് ഹരീന്ദ്രൻ. ഞങ്ങൾ കുട്ടിയെ ഒന്ന് പരിചയപ്പെടാൻ വന്നതാണ്. എന്നിട്ട് എവിടെ എന്ത് കുട്ടികൾ? ആക്ച്വലി ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ അല്ല. ഇന്ത്യ മൊത്തം വ്യാപിച്ചു കിടക്കുന്ന ഡിങ്കോ ഡിങ്കോ എന്ന കമ്പനിയുടെ മൾട്ടി ലെവൽ മാർക്കറ്റിംഗിന്റെ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവുകളാണ് ഞങ്ങൾ. എന്താണ് ഈ ഡിങ്കോ ഡിങ്കോ കമ്പനി? എന്താണ് ഈ ഡിങ്കോ ഡിങ്കോ കമ്പനിയുടെ പ്രത്യേകത? എങ്ങനെയാണ് ഇതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന് ഇത് പപ്പിക്കരുണ്ട് ലെഫ്റ്റും ഇത് റൈറ്റും, അതായത് ഇടതും വലതും. ഈ സൈഡിൽ ഞാൻ രണ്ടാളെ ചേർക്കുന്നു, അതുപോലെ ഈ സൈഡിലും ഞാൻ രണ്ടാളെ ചേർക്കുന്നു.
ഇപ്പോ പപ്പിക്കരുവിന്റെ ഇടത് സൈഡിലും 2 ആള്, വലത് സൈഡിലും 2 ആള്. ഓർക്കുമ്പോൾ തന്നെ മനസ്സിനൊരു സുഖം തോന്നുന്നില്ലേ പപ്പി? ഉണ്ട് കേക്കേ, ഉണ്ട്. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്. ഡിങ്കോ ഡിങ്കോയിൽ എല്ലാം സിമ്പിളാണ്. ഇനി ഞാൻ മിസ്സിസ് ഹരീന്ദ്രനെ എന്റെ വലതുഭാഗത്ത് ചേർക്കുന്നു. ഇതാ ഇങ്ങനെ. മിസ്സിസ് ഹരീന്ദ്രൻ തെറ്റിദ്ധരിച്ചു. ഇതൊരു ഗെയിമാണ്. ഡിങ്കോ ഡിങ്കോ മൾട്ടി ലെവൽ മാർക്കറ്റിംഗിന്റെ രസകരമായ ഒരു കളി. നിങ്ങളുടെ ഈ കളി ഞങ്ങളുടെ നാട്ടിൽ കാര്യമാ. അത് ഈ മൾട്ടി ലെവൽ മാർക്കറ്റിംഗിനെ പറ്റി ജനങ്ങൾ ബോധവാന്മാരല്ലാത്തത് കൊണ്ടാണ്. എന്താണോ കേക്ക്? ദുർഗ വന്ന് കയറിയപ്പോഴേക്കും തുടങ്ങിയോ തന്റെ ക്യാൻവാസ്? അല്ല മിസ്റ്റർ ഹരീന്ദ്രൻ, ഞാൻ പറയുകയായിരുന്നു എന്റെ റൈറ്റ് സൈഡ് വീക്കാണ്. വേണമെങ്കിൽ കുട്ടിയോട് ചേർന്നോളാം. പക്ഷേ കുട്ടി ചേരുന്നു. റൈറ്റ് സൈഡ് വീക്ക് ആണെങ്കിൽ ലെഫ്റ്റ് സൈഡ് ചേർക്കണോ? ഛെ, എന്തൊക്കെ വൃത്തിയുടെ ഹരിയായിട്ട് ഈ കാണുന്നത്. എന്താണെന്ന് അറിയില്ല പപ്പി. പണ്ടത്തെ പോലെ ജനങ്ങൾക്ക് മൾട്ടി ലെവൽ മാർക്കറ്റിംഗിലേക്ക് താല്പര്യമില്ല. കേക്കേ, നമുക്ക് ആ സ്വാമി സാറിനെ കൊണ്ടൊന്ന് പ്രശ്നം വെച്ച് നോക്കിയാലോ? എന്നിട്ട് വേണം അയാൾ ഇവിടെ വന്ന് ഇതാകെ കുളമാക്കാൻ. സാരമില്ല, നമുക്ക് മറ്റാരെങ്കിലൊക്കെ ചാക്കിട്ട് പിടിക്കാം. കമോൺ പപ്പി. MLA വിജയകാന്തിന്റെ പണം ഉണ്ടാക്കാനായി ഓരോരുത്തർ കാട്ടിക്കൂട്ടുന്ന പങ്കപ്പാടുകളെ പണം മനുഷ്യനെ ഭ്രാന്തനാക്കുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ പണമില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് ഭ്രാന്ത് വരും. ഹരിയേട്ടാ ദേ, ആര് ഭ്രാന്തരോ? അല്ല, ഇതര വാസുവിളക്കെ കേട്ടോ ദുർഗ, ഇതാണ് നമ്മുടെ വാസുവിള ചേട്ടൻ. ഈ ഫ്ലാറ്റിലെ അതല്ല, ഈ നഗരത്തിലെ തന്നെ മനുഷ്യ സ്നേഹിയായ ഒരേ ഒരു മനുഷ്യൻ. ഞാൻ ഫ്ലാറ്റിലെ സെക്യൂരിറ്റിയാണ് മോളെ. ഇത്രയും വലിയ ഫ്ലാറ്റിന് കൂടി കണ്ണിൽ എണ്ണ വെച്ച് കാവിൽ നിൽക്കുന്ന ഒരു പാവം കാവൽക്കാരൻ. വരാൻ എന്റെ വൈകി. വലിയ വലിയ ആളുകൾ എന്റെ കുഞ്ഞുങ്ങളെ വന്ന് കാണുന്നത്, കൈ നിറയെ സമ്മാനങ്ങൾ തരുന്നത് താഴെ ഇരുന്നേ കാണും. പിള്ളച്ചേട്ടന്റെ കയ്യിൽ തരാൻ അതുകൊണ്ട് അല്പം വൈകി. വിലപിടിപ്പുള്ള സമ്മാനത്തെക്കാൾ മനസ്സറിഞ്ഞുള്ള പ്രാർത്ഥനയല്ലേ ചേട്ടാ? ഞങ്ങൾക്ക് അങ്ങയുടെ പ്രാർത്ഥനയും അനുഗ്രഹവും മാത്രം ഉണ്ടാകും. ഈ കാവൽക്കാരന്റെ പ്രാർത്ഥനയിലും കരുതും. ആ കുഞ്ഞെ, താഴെ കാണുന്ന ക്യാബിനിലാണ് എന്റെ ഇപ്പടം. എന്താവശ്യമുണ്ടെങ്കിലും ദാ ബെല്ലൊന്ന് അമർത്തിയാൽ മതി, അപ്പ പാഞ്ഞത്. എന്തുണ്ടെങ്കിലും പറയാൻ മടിക്കണ്ട. വല്ല പലഞ്ചരച്ചോ പച്ചക്കറിയോ ഇറച്ചിയോ മീനോ എന്തും ആയിക്കോട്ടെ, ഞൊടി ഇണയിൽ പടിവാതും. അതാണ് ഞങ്ങളുടെ പോളിസി. ആ ഹരിക്കുഞ്ഞെ, തിക്കിന്റെയും തിരക്കിന്റെയും സന്തോഷത്തിന്റെ ഇടയിൽ വന്ന കാര്യമാണിത്. 2-3 ആഴ്ച കുഞ്ഞിവിടെ ഇല്ലായിരുന്നല്ലോ. അതുകൊണ്ട് കുഞ്ഞിന് വന്ന കുറെ ലെറ്ററുകളും ബില്ലുകളും ഞാൻ വാങ്ങി സൂക്ഷിച്ചിട്ടുണ്ട്. ഇതങ്ങ് കയ്യോടെ ഇപ്പോ ഞാനൊന്നും തന്നില്ല എന്നുള്ള പരാതി നിങ്ങൾക്കും ഇല്ല. അതുകൊണ്ടുള്ള മനസ്സമാധാനക്കേട് എനിക്കും ഇല്ല. അറിഞ്ഞ വിശേഷം അറിഞ്ഞോ? അറിഞ്ഞു ഹരിയേട്ടാ. ഞാൻ പറയാതെ എന്താ ഹരിയേട്ടൻ ജോലി ചെയ്യുന്ന ബാങ്കിൽ സ്ഥാനക്കയറ്റം ലഭിച്ചിരിക്കുന്നു എന്ന്, പ്രമോഷൻ ലഭിച്ചിരിക്കുന്നു എന്ന്. അതെങ്ങനെ മനസ്സിലായി? ഈ കത്ത് പൊട്ടിക്കാതെ ഇതിലെ ഉള്ളടക്കം ദുർഗയ്ക്ക് എങ്ങനെ മനസ്സിലാവും? ഹരിയേട്ടാ, എനിക്ക്
എനിക്കെന്തോ വലിയൊരു യാത്രാക്ഷീണം. ഞാനൊന്ന് കിടക്കട്ടെ. നിൽക്കൂ, എന്റെ ചോദ്യത്തിനുള്ള ഉത്തരം പറഞ്ഞില്ല. അത് പിന്നെ ഹരിയേട്ടൻ്റെ ഈ ഉത്സാഹവും സന്തോഷവും കണ്ടപ്പോ എന്റെ മനസ്സിൽ തോന്നിയതാ. എങ്ങനെ സന്തോഷിക്കാതിരിക്കും മോളെ? പ്രതീക്ഷിക്കാത്ത സൗഭാഗ്യമല്ലേ ഈ ഉള്ളം കയ്യിൽ വന്നു ചേർത്തിരിക്കുന്നത്? എല്ലാം ഈശ്വരാനുഗ്രഹമാണ് ഹരിയേട്ട. പ്രാർത്ഥിച്ചോളൂ, മനസ്സുരുകി പ്രാർത്ഥിച്ചോളൂ. പ്രാർത്ഥനയും പൂജയും എല്ലാം പിന്നെ. ആദ്യം നമുക്കിതൊന്ന് ആഘോഷിക്കണം. ഉരുകുമെന്നാത്മാവിൻ ഉണങ്ങാത്ത വേദന, ഉടയുന്ന മനസ്സിന്റെ നൊമ്പരങ്ങൾ. ഉരുകുമെന്നാത്മാവിൻ ഉണങ്ങാത്ത വേദന, ഉടയുന്ന മനസ്സിന്റെ നൊമ്പരങ്ങൾ. അകലുവാനാകില്ല ഞാൻ തോഴി, അടുത്തുപോയി തത്ര നീ ആശിച്ചു പോ. അകലുവാനാകില്ല ഞാൻ തോഴി, അടുത്തുപോയി തത്ര നീ ആശിച്ചു പോ. അറിഞ്ഞില്ല നീ ഒന്നും പറഞ്ഞില്ല ഞാനെന്റെ അഭിലാഷജാലകം തുറന്നുമില്ല. അടുക്കാതെ എന്നോ തന്നെ പറക്കുന്ന മാടപ്രാവേ, നിനക്കിരിക്കാനെന്റെ ഹൃദയം തരാം. അടുക്കാതെ എന്നോ തന്നെ പറക്കുന്ന മാടപ്രാവേ, നിനക്കിരിക്കാനെന്റെ ഹൃദയം തരാം.
അറിഞ്ഞില്ല നീ ഒന്നും പറഞ്ഞില്ല ഞാനിന്റെ അഭിലാഷജാലകം തുറന്നുമില്ല. എന്നാൽ ഇതെങ്ങനെ സംഭവിച്ചു? ഒരു ബാങ്കിൽ ഒരു മേശയ്ക്ക് ചുറ്റിയിരുന്ന് വർക്ക് ചെയ്ത ഞാൻ പോലും അറിയാതെ നേരെ അങ്ങോട്ട് ഇരുട്ടി കൊടുത്തപ്പോഴേക്കും നമ്മുടെ ഹരീന്ദ്രനൊരു പ്രമോഷൻ. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. എങ്ങനെ സംഭവിച്ചു? ഓ, കുന്തമിഴിക പോലെ ഇരിക്കാതൊന്ന് പറയണേ ഒപ്പ്. അടുത്ത മാരണം എന്താണോ? സാറന്മാരെ, ആ സ്വാമി സാറ് താഴെ നിന്ന് വെള്ളം വെക്കുന്നു. ഇങ്ങോട്ട് കയറ്റി വിടാൻ ആള് നല്ല ഫിറ്റിനാ. കയറ്റി വിടണോ? അല്ല, ഇപ്പൊ ഇങ്ങോട്ട് വന്നാ ഈ ചടങ്ങ് മൊത്തം അലങ്കോലപ്പെടുത്തുമെന്ന് എന്റെ കയ്യിൽ. കയറ്റി വിട്, അല്ലെങ്കിൽ അയാൾ ഈ ഫ്ലാറ്റ് മുഴുവൻ സാവധാനത്തില് സാവധാനം കുടിക്കും, കിടക്കും, വെടുക്കും, വേണ്ടി വന്ന വാളും വെക്കും. നിനക്ക് തടയണോ? ഇത് ഉത്സവരാമം, ഇരട്ടി മധുരത്തിന്റെ മധുരമുള്ള രാവുകൾ. സ്വാമി സാർ അറിഞ്ഞോ ഹരിയന്തന്റെ വിശേഷം? അറിഞ്ഞടേ ജോസഫേ, ഈ പേരെടുക്കാൻ പോയ വായിച്ചാട്ട് ഇരട്ട പറ്റൂ എന്ന് പറയുന്ന പോലെ നമ്മുടെ ഹരീന്ദ്രന്റെ കിരീടത്തിൽ ഒരു പൊന്തുപോയി കൂടി. അതിന്റെ ആഘോഷമാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. അല്ല മിസ്റ്റർ ഹരീന്ദ്രൻ, എങ്ങനെ സാധിച്ചു ഇത്ര എളുപ്പത്തിൽ ഈ പ്രമോഷൻ? വല്ല കൈമണി? എല്ലാം എല്ലാം എന്റെ കഴിവ്, എന്റെ കഠിനാധ്വാനത്തിന്റെ ഫലം. എന്റെ മുകളിൽ ജോലി ചെയ്തിരുന്നവർ എന്റെ കാൽ കീഴിൽ വന്ന് ഓച്ചാനിച്ച് നിൽക്കുന്നത് കാണുവാനുള്ള ആശ. ഒരു തൂപ്പുകാരന്റെ മധുരമായ പ്രതികാരം. ഹരീന്ദ്ര, നീ ഇനി വളരണം. വളർന്ന് പന്തലിച്ച് ഒരു വടവൃക്ഷമാകണം. എന്നാ ഞാൻ വളർത്തും. എല്ലാം എല്ലാം അങ്ങയുടെ അനുഗ്രഹം പോലെ. അനുഗ്രഹിക്കാനും നിഗ്രഹിക്കാനും ഞാൻ ദൈവമൊന്നുമല്ലല്ലോ. ദൈവതുല്യൻ ഈ എന്ന് പറയുന്നതായിരിക്കും ശരി. എന്താണോ സംശയം? ദൈവതുല്യൻ തന്നെ. എന്റെ എല്ലാ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണം ഈ നിൽക്കുന്ന സ്വാമിയുടെ. കേട്ടോടെ മാപ്പിള, ഹരീന്ദ്രൻ എന്റെ ചെക്കനാ. അവനൊരു തക്കക്കേട് വന്നാ താങ്ങേണ്ടത് എന്റെ കടമയാണ്. അവൻ ഇന്നലെ വരെ ആരായിരുന്നു എന്നല്ലേ പ്രസക്തി. ഇന്ന് എല്ലാവരും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും അസൂയയോടെ നോക്കിക്കാണുകയും ചെയ്യുന്ന ഒരു ബാങ്ക് മാനേജർ. അപ്പോ അങ്ങനെയുള്ള അവന്റെ നിലയ്ക്കും വിലയ്ക്കും ചേർന്നാണ് ഈ ബന്ധമെന്ന് ഞാൻ നോക്കണ്ടേ? അതെ, എവിടെയാണാ നിന്റെ പെണ്ണ്? വാ, ഇവിടെ വാ, ഇവിടെ വാ. എന്താ സ്വാമിക്കാവേ, ഒരുമാതിരി കോളേജ് വെള്ളപ്പൊക്കെ പോലെ റാഗിങ്ങോ? എന്താണ് ഇതിന്റെ പേര്? ദുർഗ. ഇത്? ദുർഗ. ദുർഗ. കാനന ദുർഗ. ഇതാണോടാ നീ മയിലുകൾ താണ്ടിക്കൊണ്ട് വന്ന കാട്ടുമൈന? ഓട്ടെ സ്വാമിക്കാരെ, അല്പസ്വല്പം പരിഷ്കാരമൊക്കെ കുറവുണ്ടെന്നേ ഉള്ളൂ. അതൊക്കെ നമുക്ക് ശരിയാക്കാതെ അല്ലേ ദുർഗേ? ഇവർക്ക് തന്റെ തള്ളയൊക്കെ ഉണ്ടോടാ? ഉണ്ട് സ്വാമിയേട്ട. എന്താടി അവർക്ക് ജോലി? കൂലിപ്പണിയാ. എന്ത് കൂലിപ്പണി? കണ്ടത്തിൽ കളിക്കും, കൊയ്ത്തും, പിന്നെ കാടുവെട്ടും. കഴുത്തു വെട്ടില്ലല്ലോ. അല്ല, വടക്ക് അങ്ങനെ ഒരു ഏർപ്പാടുണ്ടേ? അയ്യോ സാറുമാരെ, എന്റെ മാതാപിതാക്കൾ വെറും സാധുക്കളാണ്. സാധുക്കൾ എന്ന് പറയുമ്പോ ഏതാ ലൈൻ? ഈ വഴിവക്കിലിരുന്ന് അമ്മേതായ പറയുന്ന ഏർപ്പാടാണോ? തെണ്ടലാണോന്ന്?
നിനക്ക് മാനേജറോ റീജിയണൽ മാനേജറോ ഉണ്ടാവില്ല. ബന്ധമില്ലാതെ നാട്ടം കാണുന്നത് വിളിച്ചോണ്ട് പോടാ നിന്റെ അകത്തമ്മേ. എന്റെ അച്ഛനെയും അമ്മയെയും ഹരിയേട്ടനെയും പരസ്യമായി ആക്ഷേപിക്കാൻ ആരാണ് ഇയാൾ? പറയൂ, ആരാണ് ഈ മനുഷ്യൻ? ദുർഗെ, നിന്നോട് ഞാൻ പറഞ്ഞിട്ട് ഓർമ്മ വെച്ച കാലം മുതൽ ഞാൻ ഒറ്റയ്ക്ക് ഉറ്റവരോ ഉടയവരോ ആയി ആരും തന്നെ എനിക്ക് ആകെ ബന്ധുവായി നീ ഇരിക്കുന്ന സാമേട്ടൻ മാത്രം. അതെന്താ? പെണ്ണ് ചോദിച്ചപ്പോഴും ഉടാ തന്നപ്പോഴും ഉണ്ണി കെട്ടിയപ്പോഴും കണ്ടില്ലല്ലോ ഈ ബന്ധുവിനെ. ലഹരിക്കടിമയായ ഈ ആകാശത്തെ ചങ്ങുമെന്ന് മറുപടി പറയാനാണോ ഹരിയേട്ടൻ നിങ്ങൾ എന്നോട് കൊണ്ടുവന്നത്? ആരാണ് രാമദാസൻ? ഒന്ന് പറഞ്ഞല്ലേ? ദുർഗെ, അരുതാത്തത് കണ്ടാൽ പ്രതികരിക്കാൻ പഠിപ്പിച്ച ഒരമ്മയെ മകളാണ് ദുർഗ. മാത്രം പിറന്ന ദുർഗ. പിന്നെ അന്യന്റെ ഭാര്യയെ അനാവശ്യമായി സ്പർശിക്കുന്നത് ആണത്തമല്ല, ഷഡ്ഢിത്തമാണ്. പറഞ്ഞു കൊടുക്കണമല്ല, ബന്ധുവല്ലേ ബന്ധു. ഥു. ഇതാ, അവളുടെ ഗർവ് കണ്ട ഹരീന്ദ്ര. ഉള്ള നിനക്ക് ഇണയാവില്ല. വിനയാകം വിന. സാമേട്ടാ, അവൾ അറിയാതെ അറിയാതെയല്ല, അഹമ്മദി അല്ലെങ്കിൽ അഭിനയം, ഇത് രണ്ടുമല്ലെങ്കിൽ സൂക്ഷിച്ച പോലെ അവളുടെ ഉള്ളിൽ ഉഗ്ര ബാധയുണ്ട്. ചാരാതിനെയും ഗുരുതിക്കളമുള്ള വീടാണെന്നല്ലേ നീ പറഞ്ഞത്? കൂട് വിട്ടിറങ്ങിയപ്പോ കൂടെ പോന്നു കാണും. നീ കണ്ടതല്ലേ അവളുടെ കണ്ണിലെ തീഷ്ണത, എന്തെന്നില്ലാത്ത പെട്ടെടുത്ത്. ഞാൻ പഠിച്ച നിയമപുസ്തകങ്ങളെ സാക്ഷിച്ച് ഞാൻ പറയുന്നു, അവളീ പടി കയറി വന്ന് നിനക്കൊരു കൊലക്കയറുമായിട്ടാണ്. സാമേട്ടാ, എന്റെ ദുർഗം ദുർഗ കൊണ്ടു നടന്ന് കുളിര് മാറിയെങ്കിൽ കൊണ്ടുപോയി കളയണ. നിയമസാധ്യതകൾ ഞാൻ പറഞ്ഞു തരാം. എന്താ സ്വാമി സാറേ, അവരുടെ ജീവിതം നാമ്പെടുത്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. അത് മുളയിലെ തുള്ളിക്കളയണോ? മുളയിലെ നുള്ളണോ കടക്കി വെട്ടോ തീരുമാനിക്കുന്നത് ഇവനാ. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, അവൾ ഇനിയും ഈ വീട്ടിൽ തുടർന്നാൽ ഒരു ആത്മഹത്യയോ കൊലപാതകം ഇവിടെ നടക്കും. എന്തായാലും നിന്റെ കാര്യം ഓർക്കാൻ പോലെ ഭ്രാന്തല്ല, ഭ്രാന്ത്. ഏതോ ഒഴിയാവാതെ നെഞ്ചിലേറ്റിയ കാട്ടിയിച്ച്. എടോ ജോസഫ്, എന്നെ പരസ്യമായ ആഭാസനം എന്ന് വിളിച്ച മൂദേവി ഉണ്ടല്ലോ, അവളിനി ഈ വീട്ടിൽ വച്ച് വാഴിക്കില്ല. ഞാൻ പുകച്ച് പുറത്ത് ചാടിക്കും. നാം ആയുധമാക്കിയ ഒരു അഭിഭാഷകന്റെ വാശിയാണെന്ന് കുട്ടിക്കോ. മുട്ടനും പരസ്പരം ഏറ്റുമുട്ടുമ്പോ ഇറ്റിറ്റ് വീഴുന്ന ചുടുചോരക്ക് വേണ്ടി കൊതിക്കാത്ത ക്രൂക്കന്മാരുണ്ടോ നമ്മുടെ നാട്ടിൽ? ഇപ്പോ ഒരു കാര്യം എനിക്ക് ബോധ്യമായി, ഈ കഥയിൽ യഥാർത്ഥ വില്ലൻ ഈ ഞാൻ തന്നെ. അതുകൊണ്ട് ഈ ആലോചിച്ചൊരു തീരുമാനമെടുക്കും. ഇന്നലെ കയറി വന്ന് അവളുടെ ചൂട് വേണം, നിന്നെ വളർത്തി വലുതാക്കി എന്റെ തൊഴിൽ വേണമെന്ന്. താനെന്തോ കുറുക്കനെ പോലെ നോക്കി നിൽക്കുന്നത്, ഇറങ്ങി വാടോ.
മാറുന്നേ? ആ സ്വാമിമാരനാണേ അത്ര നല്ലതൊന്നല്ല കേട്ടോ. എന്റെ അച്ഛനെ അമ്മയെ കുറിച്ച് എന്തൊക്കെ അനാവശ്യമാണ് പറഞ്ഞിട്ടാക്കിയേ. വെറും കള്ളുടിയൻ. അയാൾക്കേ ഭ്രാന്താണെന്ന് തോന്നേ. മുഴുവൻ ഭ്രാന്ത്. Stop it! ഭ്രാന്ത് നിനക്കോ അതോ അയാൾക്കോ? നിർത്തണേ, നിർത്തണേ നിന്റെ കുറച്ചിരി. ഹരിയേട്ടാ, അകത്ത് അകത്ത് മാത്രം മതി നിന്റെ ഈ ശബ്ദം. ഇനി പുറം ലോകം അറിയരുത് ഇങ്ങനെ ഒരുത്തി ഇവിടെ ജീവിച്ചിരിക്കുന്നു. അതിന് അതിന് ഞാൻ എന്ത് തെറ്റാ ചെയ്തത് ഹരിയേട്ടാ? എന്തോ എനിക്കറിയില്ല, എനിക്കൊന്നും അറിയില്ല. എന്താണ് ഈ മാറ്റം? മാറ്റം മാറ്റം നിനക്കോ അതോ അയാൾക്കോ? നീ കാരണം ഈ വീട്ടിൽ നിന്നും തല കുരിച്ച് പടിയിറങ്ങിപ്പോയി ഞാൻ ജീവന തുല്യം സ്നേഹിക്കുന്നു എന്റെ സ്വാമിയേട്ടനാണ്. അപ്പോ അപ്പോ ഞാൻ ആരുമല്ലേ ഹരിയേട്ടാ നിങ്ങൾക്ക്? ആയിരുന്നു ഇന്നലെ വരെ. എല്ലാം തകർത്ത് തരിപ്പണമാക്കിയില്ലേ? ഹരിതാത്തതായി ഞാൻ എന്താ പറഞ്ഞു ഹരിയേട്ടാ? എന്റെ അച്ഛനെയും അമ്മയെയും ചേർത്ത് പറഞ്ഞയാൾ ഞാനൊന്ന് സഹായിച്ചു, അത്രയല്ലേ ഉള്ളൂ. എന്തോ എനിക്കറിയില്ല, എനിക്കൊന്നും അറിയില്ല. പക്ഷേ നീ ഒന്നറിയണം, ചില സത്യങ്ങൾ തുറന്നു പറയുമ്പോൾ അത് കേൾക്കാൻ ഉൾക്കൊള്ളാനുമുള്ള കരുത്ത് എന്റെ ദുർഗയ്ക്കുണ്ടെന്നുള്ള വിശ്വാസത്തിൽ ഞാൻ പറയട്ടെ. പറയൂ. ഞാൻ ആരുമല്ല ദുർഗയുടെ, വെറും ഒരു പകരക്കാരൻ മാത്രം. ഹരിയേട്ടാ, ഉള്ളിൽ കാണുന്ന സമ്പത്തും സൗഭാഗ്യവുമല്ല ആ സ്വാമിയുടെ ഔദാര്യത്തിന്റെ പുണ്യമാണ് പോലെ. നമ്മൾ താമസിക്കുന്ന ഈ ഫ്ലാറ്റ് പോലും ആ വലിയ മനുഷ്യന്റെ ദാനമാണ് പോലെ. ഈ കടലിൽ പോലെ പരന്നു കിടക്കുന്ന ഈ പട്ടണത്തിൽ നിങ്ങൾക്ക് സ്വന്തമായി ഒന്നുമില്ല ഹരിയേട്ടാ. ഉണ്ട്. അവന്റെ അടിയിൽ ദ്രവിച്ച അടിവസ്ത്രവും കുശിഞ്ഞുനാറിയ മേമുണ്ടും കൊച്ചു കാണാൻ കച്ച കെട്ടി ഇറങ്ങിയപ്പോ കൊച്ചു തമ്പരാട്ടി അറിഞ്ഞില്ലേ ഇവന്റെ കയ്യിൽ പാറ്റാകുളിയെ മേടിക്കാൻ പോലും 10 പൈസയില്ലെന്ന്. ദുർഗേ, നീ അകത്തു അകത്തേക്ക് പോയിക്കോ, അധികം താമസിയാതെ പുറത്തേക്ക് ഇറങ്ങേണ്ടി വരും. സാമ്യേട്ടാ പ്ലീസ്, 4 ആള് കണ്ട് ഞാൻ താലി കെട്ടിയ പെണ്ണാണ്. താലി കെട്ടിയ മഹാത്മൊന്നും നീ എന്നോട് വിളമ്പണ്ട. നീ ഏതോ ചതിക്കുഴിയിൽ പെട്ടതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സാമ്യേട്ടൻ വെറുതെ എഴുതാപ്പുറങ്ങൾ വായിക്കുകയാണ്. ഒരു ക്രിമിനൽ ലോയറുടെ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ നിങ്ങൾക്കെല്ലാം ചീത്തയായിട്ട് തോന്നും. ദുർഗ ഒരു നല്ല കുട്ടിയാണ്. എവിടെയാണ് നന്ന? ഒട്ടനവധി നിഗൂഢതകൾ ഒളിഞ്ഞു കിടക്കുന്ന ഒരു സമുദ്രം പോലെയാണ് സ്ത്രീയുടെ മനസ്സ്. അത് ഇന്ന് വരെ ആരും കണ്ടിട്ടില്ല, ആരും കാണാൻ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെങ്കിൽ ഞാനൊരു കാര്യം പറയാം. ഓരോ സ്ത്രീയുടെ ഉൽപ്പത്തിയിലും ഓരോ ലക്ഷ്യമുണ്ട്. വാൽമീകി രചിച്ച രാമായണത്തിലെ സീതാദേവിയുടെ ജന്മം രാമരാജ്യം രക്ഷിക്കുക എന്നതായിരുന്നോ? അല്ല, ലങ്ക എന്ന മഹാസാമ്രാജ്യത്തെ നശിപ്പിക്കുക എന്നതായിരുന്നു. ഈ 14 ലോകം അടക്കി ഭരിച്ച 10 തലയുള്ള രാവണന്റെ സ്വർണ്ണസിംഹാസനം കത്തിച്ചാമ്പലാകാൻ കാരണം രാമന്റെയോ ലക്ഷ്മണന്റെയോ ഹനുമാന്റെയോ കഴിവുണ്ടായിരുന്നോ? അല്ല, ഒരു സ്ത്രീയുടെ നിർബന്ധ ബുദ്ധി. അല്ല, ഒരു സ്ത്രീ അനുഭവിച്ച അപമാനത്തിന്റെ, ദുരിതത്തിന്റെ, ദുരന്തത്തിന്റെ പേരിൽ അവൾ ഒഴുക്കിയ കണ്ണീരുണക്കാൻ ഉദിച്ചു നിൽക്കുന്ന സൂര്യന് പോലും കഴിയാതെ വന്നപ്പോൾ സാക്ഷാൽ അഗ്നിദേവൻ തന്നെ അവൾക്ക് തുണയായി എത്തിയതാണ്. ചരിത്രത്തെ നിങ്ങളിങ്ങനെ വളച്ചൊടിക്കില്ലേ സ്വാമിയേട്ടാ? ഇവിടെ പിറന്നു വീഴുന്ന ഓരോ പെൺതരികളും നാശത്തിന്റെ വിത്താണ് വിതയ്ക്കുന്നത്. നിങ്ങൾക്ക് തെറ്റി സ്വാമി. ഈ മണ്ണിൽ പിറന്നു വീഴുന്ന ഓരോ പെണ്ണും കർമ്മത്തിന്റെ വിത്താണ് വിതയ്ക്കുന്നത്.
അവർ ചെയ്തു തീർക്കുന്ന കർമ്മത്തിന്റെ കണക്കുകൾ 1000-ൽ പരം പേജുകളുള്ള നിങ്ങളുടെ നിയമപുസ്തകത്തിൽ പോലും കാണില്ല. അതെങ്ങനെ ഒരു സ്ത്രീ വിദ്വേഷിയായ നിങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാവില്ല? എങ്കിൽ സ്ത്രീകളെ ബഹുമാനിക്കാൻ പഠിക്കണം, ആദരിക്കാൻ പഠിക്കണം. ഒരു പെണ്ണ് കൂട്ടായി വന്നപ്പോ നീ എന്നെ ഉപദേശിക്കാനൊക്കെ തുടങ്ങി. അല്ല, ഇതൊരു ഉപദേശത്തിന്റെ വാക്കുകളല്ല, ഒരു സഹോദരന്റെ കടമ, സഹോദരന്റെ അപേക്ഷ. ഒരു നിമിഷം നിങ്ങൾ ആ നിയമപാലകന്റെ മേലങ്കി അടിച്ചു വെച്ച് മനുഷ്യനായി ചിന്തിക്കും, മനുഷ്യനായി ജീവിക്കും. അപ്പോൾ സുന്ദരമായ ലോകങ്ങൾ കാണും, സുന്ദരമായ ജീവിതങ്ങൾ കാണും. ഓ, നിന്റെ നിലപാട് ഇതാണെങ്കിൽ എനിക്ക് ചില കടുത്ത തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടി വരും. നീയും നിന്റെ പെണ്ണും സുന്ദരമായി വിരാജിക്കുന്ന ഈ ഫ്ലാറ്റ് ഉണ്ടല്ലോ, അതെനിക്ക് ഒഴിഞ്ഞു തരേണ്ടി വരും. ഇന്ന് ഞാൻ ഒറ്റയ്ക്കല്ല, കൂടെ എന്റെ ഭാര്യയുണ്ട്. സ്വാമിനാഥൻ ദുഷ്ടനാണ്, ക്രൂരനാണ് എന്നൊന്നും നീ വിചാരിക്കണ്ട. ഒരു 4 മാസത്തെ സമയം ഞാൻ തരും. അതിനുള്ളിൽ ഫ്ലാറ്റ് ഒഴിഞ്ഞ് താക്കോൽ എന്നെ ഏൽപ്പിച്ചാൽ മതി. ഞങ്ങൾ എങ്ങോട്ട് പോകും സാമേട്ടാ? അഹങ്കാരിയായ നിന്റെ ഭാര്യയും നിശ്ചയതയായ നീയും തെരുവിലിറങ്ങി നടന്ന് തെണ്ടണം. അതെനിക്ക് കൺകുളൊക്കെ കാണണം. സാമേട്ടാ, സാമേട്ടാ. വീട്ടിൽ കയറി വരുന്നവരോട് എങ്ങനെ പെരുമാറണമെന്ന് പോലും അറിയാൻ പറ്റും. എല്ലാം പഠിപ്പിച്ചു വിട്ടിരിക്കല്ലേ ദരിദ്രവാസികളായ തന്തയും തള്ളയും. ഞാനിതിലൂടെ കണ്ടു നടക്കുന്നു. ഇതിനെ കൊണ്ട് അവനിപ്പോ മണിപ്പൂർ മാൻചേരൊന്നും അല്ല ആവശ്യം, നല്ല ഒന്നാന്തരം LIC പോളിസിയാ. അവസാന കാലത്ത് കണ്ടവരോട് ഇരന്ന് തിന്നാതെ ഇരുന്ന് തിന്നാനൊരു വരുമാനമാകും. മാറി നിൽക്കണം. അയ്യോ, കുട്ടി ആദ്യമായി ഉണ്ടാക്കിയ ചായയല്ലേ, കളയണ്ട, ചായ കുടിച്ചോളാം. നല്ല അസല് ചായ ആദ്യമായി ഉണ്ടാക്കിയത് കൊണ്ടായിരിക്കും അല്ലേ? ചായ തന്ന് വെറുതെ എന്നെ ആശിപ്പിച്ചു. ഒരു ചൂടൻ ചായക്ക് വേണ്ടി അവനിവിടെയൊക്കെ തന്നെ കാണും കേട്ടോ. പുരകത്തുമ്പോൾ തന്നെ വാഴ വെട്ടണം അല്ല സാറേ? തനിക്കിവിടെ എന്താണോ കാര്യം? എന്ത് ചെയ്യാ സാറേ, കാവലായി പോയില്ലേ പണി. എന്റെ ഒരു ഒടുക്കത്തെ കാവൽ. എന്റെ വ്യാകുല മാതാവേ, ഇവിടെ മൊത്തം പാറകളാണല്ലോ. വെണ്ടയ്ക്ക് പിന്നെ വെണ്ടയ്ക്കാന്നല്ലാണ്ട് വേലിക്കുട്ടത്ത് വിളിക്കാൻ പറ്റുമോ? അല്ല, ഇതാരും പപ്പി ചേച്ചിയോ? അയ്യോ, എന്റെ ചേച്ചിയൊന്നും വിളിക്കണ്ടാട്ടോ. കൊച്ചമ്മയെ കൊച്ചിലെ പോലെ കൊച്ചമ്മയെന്ന് വിളിക്കുന്ന കൊച്ചമ്മക്ക് ഇഷ്ടം അല്ല കൊച്ചമ്മ? താനിതെവിടെയായിരുന്നു വിളച്ചേട്ടൻ പോലെ? ടാങ്കിന് ഒരു തുള്ളി വെള്ളമില്ല. എന്റെ കുറ്റുമുല്ലയും കട്ടറോസും മാന്തൂറിയും ഒക്കെ വാടത്തളർന്നു. എന്താ കൊച്ചമ്മ ഈ കുറ്റിമുള്ളയും കട്ടറോസും ആന്തോറും ഒക്കെ വെക്കുന്നതിന് വരെ ഒരിത്തിരി പച്ചക്കറി വിറ്റാണ് വാങ്ങിയത്. ഈ സാധനം ഇപ്പൊ കാശ് കൊടുത്ത് വാങ്ങിക്കണായിരുന്നോ? കൈ
നിറയെ കാശുള്ളപ്പോ എന്തിനാ വെറുതെ കൈകളിൽ അഴുക്കാക്കുന്നത്? അല്ലേ ദുർഗേ? അത് ശരിയാ. കഷ്ടപ്പെടാൻ ഒരു ഭർത്താവ് ഉണ്ടെങ്കിലേ കാണാൻ വിറ്റോളം ഉണ്ടാ. എന്താ മോളെ പച്ചക്കറി എല്ലാത്തിനും തീ പിടിച്ച വിലയാ. ഇതാ ബാക്കി 10 രൂപ. അത് പിള്ളച്ചേട്ടന്റെ കയ്യിലിരിക്കട്ടെ. അത് ശരിയാ, ഒരു പാക്കറ്റ് ബംഗാളി വീടി വാങ്ങിക്കാം. ആട്ടെ, മോക്ക് ഈ വീടും നാട്ടുകാരെ കണ്ട് ഇഷ്ടപ്പെട്ടോ? നിങ്ങളൊക്കെ എത്ര നല്ല മനുഷ്യരാ. ആ സ്വാമി സാർ മാത്രം എന്താ ഇത്ര മോശരൻ? ശാപം, പെണ്ണിന്റെ ശാപം, അതൊരു കഥയാണ് ദുർഗെ. പണ്ട് പാലക്കാട് നിന്നാണോ കോഴിക്കോട് നിന്നാണോ എന്നറിയില്ല, ഒരച്ഛനും മകളും കൊച്ചിയിൽ ഇന്റർവ്യൂവിന് വന്നു. അന്നൊക്കെ നമ്മുടെ നാട്ടിലെന്നും ഹർത്താലും സമരവുമായിരുന്നല്ലോ. അങ്ങനെ അവരുടെ മടക്കയാത്രക്ക് മുടക്കം വന്നു. യാത്രാക്ഷീണം അകറ്റാൻ ഏതോ തുക്കടാനുകൊണ്ട് റൂമെടുത്തു. ഈ കൊച്ചി കണ്ടവൻ അച്ചി വേണ്ട എന്നാണല്ലോ ചൊല്ല്. അങ്ങനെ അച്ചിയെ തേടി ഇറങ്ങിയ പൂവാറന്മാരെ പൊക്കാൻ പോലീസുകാരെ വേണം. അവസാനം ചക്കിന് കൊണ്ടത് കൊക്കിന് കൊണ്ടത് പോലെ ആ അച്ഛനും മകള് റേഡി കുറങ്ങി. അറിയാവുന്ന സ്വരത്തിൽ, അറിയാവുന്ന ഭാഷകളിൽ ആ കൊച്ചു പറഞ്ഞു. ആര് കേൾക്കാൻ? ഇക്കിളിപ്പെടുത്തുന്ന കേസല്ലേ. അവരാ കേസ് കോടതിയിലെത്തിച്ചു. അതും ആ സ്വാമി സാറിന് മുന്നിൽ. തങ്ങൾ അച്ഛനും മകളുമാണെന്ന് ആ കൊച്ചു ആണയിട്ട് പറഞ്ഞിട്ടും സ്വാമി സാർ കേട്ടില്ല. അറിവിന്റെ കൊടുമുടികൾ കീഴടക്കാൻ ഊണും ഉറക്കവുമില്ലാതെ പഠിച്ചു നേടിയ ബിരുദത്തിന് നേരെയും നാളിതുവരെ നിധി പോലെ കാത്തു സൂക്ഷിച്ച തന്റെ മാനത്തിന് നേരെയും കറുത്ത കോട്ടണിഞ്ഞ കാട്ടാളന്റെ ചൂണ്ടുവിരൽ. നീണ്ട നിശബ്ദതയ്ക്ക് ശേഷം ആ ന്യായാധിപൻ വിധിയെഴുതി, ഇവൾ ദേശീയാണെന്ന്. തൽക്ഷണം ആ പിതാവ് നെഞ്ചു തകർന്നു ആ കോടതി വരാന്തയിൽ പിടഞ്ഞു വീണു മരിച്ചു. കഷ്ടം. ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ ആ പെൺകുട്ടി കൊച്ചിയുടെ തെരുവോരങ്ങളിൽ നിന്ന് ആർത്തലച്ചു കരഞ്ഞു. ഞാൻ ചീത്തയല്ല, ഞാൻ ചീത്തയല്ല, ഞാൻ ചീത്തയല്ല. അതെന്റെ അച്ഛനാണ്. പെണ്ണിന്റെ ശാപം കനല് പോലെയാണ് ദുർഗെ. അതൊരിക്കലും കെടില്ല. പുകഞ്ഞുകൊണ്ടേയിരിക്കും, പുകഞ്ഞുകൊണ്ടേയിരിക്കും. ഒരു ദിവസം ആ പെൺകുട്ടി ഒരു കൊടുങ്കാറ്റ് പോലെ നിങ്ങൾ പാറി വന്നു. എന്നിട്ട് സ്വാമി സാറുമായിട്ട് എന്തൊക്കെയോ കശമിശം. അവസാനം ദാ ഈ കാണുന്ന ബാൽക്കണിയിൽ നിന്ന് താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്തു. അങ്ങനെ ഒരു ഗതിയും കിട്ടാതെ പെൺകുട്ടിയുടെ പ്രേതം ഫ്ലാറ്റിനകത്തും ഒരു ഗതിയും പരഗതിയില്ലാത്ത സ്വാമി സാറ് ഫ്ലാറ്റിന് പുറത്തും. ദുർഗ കുഞ്ഞ് വിളിച്ചായിരുന്നേ, ഈ പച്ചക്ക് ഉച്ചയില്ലാന്ന്. എന്താ? അല്ല, ഉച്ചക്ക് പച്ചക്കറി ഇല്ലാന്ന്. ആ എടോ വാസുള്ളേ, ഓ, ഗുണമുള്ള ഒരു മരം വലുതായാൽ, അല്ല നന്മയുള്ള ഒരു മരം വലുതായാൽ അതിനോട് ചുറ്റിപ്പറ്റി നിൽക്കുന്ന പാഴ്മരങ്ങളെ നാം എന്ത് ചെയ്യണം? സംശയം എന്താ കുഞ്ഞെ? വെട്ടി മാറ്റണം, അല്ലെങ്കിൽ പിഴുതറിയണം കുഞ്ഞെ. അല്ല, ഈ അതിന് ഇവിടെ എവിടെ ഈ പാഴ്മരം? നിങ്ങളാണ് ഈ വീട്ടിലേക്ക് കണ്ടത്. കുഞ്ഞ് കുളിരെ മകന്
മുട്ടുമടക്കുന്ന ഒരു ബാങ്കിന്റെ ഉടമയാണ് ഞാൻ. നാളെ മുതൽ ഈ നാവ് കൊണ്ട് വിളിച്ച് പഠിക്കണം. പരിസാറേന്ന്. താൻ വെറും ഒരു സെക്യൂരിറ്റി ആണ്, ഒരു സെക്യൂരിറ്റി മാത്രം. അധിക സ്വാതന്ത്ര്യം ആപത്താണെന്ന് അറിയാൻ അല്പമായി. ശരിയാ സാറേ, ഞാനൊരു സെക്യൂരിറ്റിയാണ്. അതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ഈ ആരോഗ്യക്കുറവുള്ളവർ, ഹാർട്ടിൽ ഓപ്പറേഷൻ ചെയ്തവർ, നട്ടെല്ലിന് ക്ഷതമേറ്റവർ, സമൂഹത്തിൽ ഒറ്റപ്പെട്ടവർ, അങ്ങനെ ജീവിതത്തിലെ മുഴുവൻ പരീക്ഷകളും എഴുതി അര മാർക്ക് പോലും തികച്ചു ലഭിക്കാതെ തോറ്റു തുന്നം പാടിയ ഒരു പറ്റം ആളുകളുടെ അന്നമാണ് സാറേ ഈ സെക്യൂരിറ്റി പണി. ലക്ഷങ്ങൾ അടുക്കി വെച്ചിരിക്കുന്ന ATM കൗണ്ടർ മുമ്പിൽ ദാഹിച്ചു വലിഞ്ഞു നിൽക്കുമ്പോഴും ഒരു നാരങ്ങ വെള്ളത്തിന് പോലും ഞങ്ങൾ ആരോടും കൈനീട്ടാറില്ല സാറേ. ഇതാ സാറിന്റെ ഭാര്യ എന്ന 10 രൂപ ഇതുവരെ ഭിക്ഷക്കാർക്ക് കൊടുത്തു. അത് കലക്കി ഇവറ്റകളെ അല്പം അകറ്റിച്ച് നിർത്തണം. അല്പം കൂടിപ്പോയോ എന്നൊരു സംശയം. ഹേയ്, ഒട്ടുമില്ല. വിറ്റകളെ അകത്തു പോലും കയറ്റരുത്. നമ്മൾ പറയുന്ന രഹസ്യങ്ങൾ ചോർത്തിയെടുത്ത് പുറത്തു പോയി പറയും. ആ ഹരി, സ്വാമി സാറുമായിട്ട് എന്താണ് ഇഷ്യൂസ്? നിങ്ങൾ പറഞ്ഞത് മുഴുവൻ ഞാൻ കേട്ടില്ല. എന്നാലും കാര്യത്തിന്റെ ഗൗരവം എനിക്ക് പിടികിട്ടി. വിവാഹത്തിന്റെ ചൂടാറ് മുമ്പ് വീട് വിട്ട് ഇറങ്ങാന്നൊക്കെ പറഞ്ഞ അത് കേട്ടപ്പോഴും ഉണ്ടല്ലോ എന്റെ ഞെട്ടൽ ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല. എന്ത് ചെയ്യാൻ കേൾക്കണം? ഡോണ്ട് വറി, എല്ലാത്തിനും നമുക്ക് പോംവഴി ഉണ്ടാക്കാം. ഇവിടെ സ്വാമി സാറിന് മാത്രമല്ലല്ലോ ഫ്ലാറ്റ്, എനിക്കുമില്ലേ? ഹരിക്കും ദുർഗക്കും അവിടെ വന്ന് താമസിക്കാം. എനിക്കാണെങ്കിൽ മനസ്സമാധാനമായി കുറുവിലങ്ങാട്ട് പോയ 10 ഏക്കർ റബ്ബർ തോട്ടത്തിന്റെ പണവും കൊടുക്കാം. അപ്പോൾ കഴിഞ്ഞ മാസമല്ലേ താൻ മുണ്ടക്കൈ സ്ഥലം വാങ്ങി? അത് ചുമ്മാ ഒരു 10-12 ഏക്കർ ഏലത്തോട്ടം. ഇത് റബ്ബർ. തനിക്ക് ഇതിന് മാത്രം പണം എവിടുന്നാടോ? ഈ ഡിങ്കോ കമ്പനിയിൽ നിന്നും ഇതിന് മാത്രം വരുമാനമുണ്ട്. ഈ മൾട്ടി ലെവൽ മാർക്കറ്റിൽ, അതായത് MLM, ഒരു മറ മാത്രമാണ്. അന്താരാഷ്ട്ര മാർക്കറ്റിൽ നിന്ന് ഒഴുകിയെത്തുന്ന പണത്തിന്റെ സ്രോതസ്സിന്റെ ഒരു കവചം. മനസ്സിലായില്ല? ഇതൊരു കളിയാണ്. ബുദ്ധി മാത്രം ഉപയോഗിച്ച് നടത്തുന്ന കളി. 1 വച്ചാൽ 2 കിട്ടും, 5 വച്ചാൽ 10 കിട്ടും. ആരെയും അത്ഭുതപ്പെടുത്തുന്ന ഈ കളിക്ക് നമ്മുടെ നാട്ടിൽ പച്ച മലയാളത്തിൽ ഒരു പേരുണ്ട്: നോട്ടിരട്ടിപ്പിക്കൽ. എന്നാ കൂടുന്നോ? സാമ്യേട്ടൻ പറഞ്ഞത് താൻ കേട്ടത്. പാറ്റ ഗുളിക വാങ്ങാൻ പോലും 10 പൈസ ഇല്ലാത്ത ഞാൻ എവിടെ എന്തെടുത്ത് വാങ്ങാനാണ്? നിരാശപ്പെടരുത്. നിധിയിരിക്കുന്ന സ്ഥലം എനിക്കറിയാം. പക്ഷേ ഇവിടെ താക്കോൽ ഇവിടെ കയ്യിലാണ്. താൻ എന്താ പിച്ചും പേരും പറയുന്നത്? തന്നെ ബാങ്ക് നിധിയുടെ ഒരു കലവറയല്ലോ ഹരിയില്ല. ബാങ്കിലെ പണമോ? അത് നിക്ഷേപമുള്ള പണമാണ്. അതിൽ തൊട്ടാൽ കൈ പൊള്ളും. അതിന് നമ്മൾ ബാങ്ക് കൊള്ളയടിക്കുന്നില്ല. നിക്ഷേപകരും സഹപ്രവർത്തകരും അറിയാതെ 2 ദിവസത്തേക്ക് ഒരു തിരുമറി. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ ബാങ്കിൽ നിന്നും ഒരു 2 കോടി അങ്ങ് എടുക്കുന്നു. 2 കോടിയോ? ഹരീന്ദ്ര, താൻ ഭാരതത്തെ
നാക്ക് വരുന്ന വാക്കുകളൊന്നും പറയാമല്ലോ. നമ്മൾ എല്ലുമുറിയെ പണിയെടുക്കുന്നത് പണത്തിനു വേണ്ടി. എന്നാൽ പണിയെടുക്കാതെ പണം ലഭിക്കുക എന്നുള്ളത് ഒരു ഹരമാണേ. 2 ദിവസം ഹരി ഒന്ന് കണ്ണടച്ചാൽ കണ്ണ് തുറക്കുന്നത് ഈശ്വരനായിട്ടായിരിക്കും. എങ്ങനെ? ഒത്തിരി ഹോളിഡേകൾ ആഘോഷിക്കുന്നതല്ലേ നമ്മുടെ ബാങ്കുകൾ. നമ്മുടെ ഓപ്പറേഷന് വേണ്ടി നമുക്കും ഒരു ഹോളിഡേ തന്നെ അങ്ങ് തിരഞ്ഞെടുക്കും. ഒരു വെള്ളിയാഴ്ച നമ്മൾ ബാങ്കിൽ നിന്നും 2 കോടി എടുക്കും. ശനിയാഴ്ച അതിരാവിലെ നമ്മൾ ബാംഗ്ലൂരിലേക്ക് പുറപ്പെടുന്നു. ബാംഗ്ലൂരിൽ ചെല്ലുന്നു, മാർവാടിയെ കാണുന്നു, 2 കോടി അങ്ങ് കൊടുക്കുന്നു, 4 കോടിയായി തിരിച്ചു വാങ്ങുന്നു. അടുത്ത നിമിഷം നമ്മൾ തിരിച്ചിങ്ങോട്ട് യാത്ര ചെയ്യുന്നു. ഞായറാഴ്ച ഒരു ഈച്ച പോലും അറിയാതെ ആ 2 കോടി നമ്മൾ ബാങ്കിൽ തിരിച്ചു വയ്ക്കുന്നു. അപ്പോ ബാക്കി വരുന്ന 2 കോടി ആരുടെയാ ഹരീന്ദ്ര? ആരുടെയാണോ? ഹരീന്ദ്രന്റെ മാത്രം സ്വന്തം. ആ 2 കോടി ഇരട്ടിപ്പിച്ച് താൻ 4 കോടിയാക്കണം. ആ 4 കോടി താൻ അങ്ങനെ ഇരട്ടിപ്പിക്കണ്ടോ ഹരീന്ദ്ര? താനങ്ങനെ ഇരട്ടിപ്പിച്ച് കേരളക്കരയെങ്ങും വിലക്ക് വാങ്ങി ഞങ്ങളെ പോലുള്ള പാവങ്ങൾക്ക് ജീവിക്കണ്ടോ? ഇതൊരു വാശിയാണ്. എനിക്കും എൻ്റെ ഭാര്യയ്ക്കും 4 മാസത്തെ മാത്രം അവധി പ്രഖ്യാപിച്ച ആ തേർഡ് റൈറ്റ് ചെറ്റ സാവിധാനുണ്ടല്ലോ. അയാളുടെ മുന്നിൽ മാത്രം ജയിക്കാൻ ഈ വളഞ്ഞ വഴി ഞാൻ സ്വീകരിക്കും. എന്നാൽ നല്ലൊരു മുഹൂർത്തം നോക്കി മണവെണ്ണി വെച്ചു വെട്ടിയുമായി ഞാൻ വരാം. പട്ടണത്തിന്റെ തിളക്കത്തില് നാടിന്റെ പച്ചപ്പൊക്കെ മറന്നുപോയോ? ഈ വൃദ്ധരായ അച്ഛന്റെയും അമ്മയുടെയും മുഖം മകളുടെ മനസ്സിൽ നിന്നും മാഞ്ഞുപോയോ? മനസ്സിന് നമ്പുരമുണ്ടാക്കുന്ന വാക്കുകളൊന്നും പറയരുതച്ഛ. മകളും മരുമകനും പടി കയറി വരുന്നതും നോക്കി വഴിക്കണ്ണുമായിരിക്കുന്ന 2 ജന്മങ്ങളുണ്ട് അവിടെ. അച്ഛന്റെ കാര്യം വിട്ടേക്കും. മുമ്പ് പെറ്റ അമ്മയുണ്ടല്ലോ അവിടെ. അച്ഛന്റെ മകള് പടിയിറങ്ങിയപ്പോ വീടിന്റെ തന്നെ വിളക്കണഞ്ഞു പോയില്ലേ മോളെ? പിന്നെ ആരാ കാവിലെ വിളക്ക് വയ്ക്കാൻ? ഇരുട്ടിന്റെ മറന്നേക്ക് കാവിലെ ഭഗവതിക്ക് വിളക്ക് തെളിയിക്കാൻ അമ്മയോട് പറയണം. മുടുങ്ങിപ്പോയതിന് പ്രായച്ചിട്ടുമോ? ഇതെല്ലാം കഴിഞ്ഞിട്ട് 4-5 മാസമായില്ലേ? മകളെന്തേ വരാത്തേ എന്ന് കരക്കാര് ചോദിക്കുമ്പോ തല കുമ്പിട്ട് നടന്ന് അച്ഛൻ മടുക്കുമ്പോൾ എന്താ എന്റെ മോള് കരയണം. കണ്ണിലൊരു കരട് പോയതാ. കരട് കണ്ണിലാണോ അതോ ചങ്കിലോ? പിച്ച വച്ച് നടന്ന മുറ്റത്ത് ഒച്ച വച്ച് നടക്കേണ്ട എന്റെ മകള് കൂട്ടിലടയ്ക്കപ്പെട്ട തത്തയെപ്പോലെ ആയി. കൊക്കിലൊന്നുങ്ങാത്തത് കൊത്താൻ ശ്രമിച്ച ഞാൻ വെറും ഒരു കോമാളിയായിപ്പോയോ?
ചോദിക്കാൻ പാടില്ലാത്തൊരു ചോദ്യം അച്ഛൻ മകളോട് ചോദിച്ചോട്ടെ. എനിക്ക് വേണ്ടിയല്ല, നിന്റെ അമ്മയ്ക്ക് വേണ്ടിയാ. മകൾക്ക് വിശേഷം വല്ലതുകൊണ്ടോ? എണ്ണിയുടെ കിരുമെന്നൊരു കൊലുസുമായി അവിടെ കാത്തിരിക്കുക. ഞാനെന്താ പറയണ്ടേ നിന്റെ അമ്മയോട്? മകളെ തിരികെ വന്ന അച്ഛന്റെ മനസ്സിലെത്തി ഈ മകൾ ബഹുമാനിക്കുന്നു. എന്റെ ക്ഷേമം അന്വേഷിച്ച് കഴിഞ്ഞില്ലേ? അച്ഛനെ മോളെ, അല്പത്തരം അൾസർ പോലെ ബാധിച്ച ഒരു പറ്റൻ സമ്പന്നയുടെ മുന്നിൽ എന്റെ അച്ഛൻ ചെറുതാവുന്നത് കാണാൻ എനിക്ക് കഴിയില്ല. ഈ നാടിന്റെ മുഴുവൻ പട്ടിണി മാറ്റാൻ മുട്ടിയ വയറിൽ മുണ്ട് മുറുക്കി കൊടുത്ത് പാടത്ത് പണിക്കിറങ്ങിയ ഒരു കർഷകനാണ് എന്റെ അച്ഛൻ. ഈ തല ആർക്കും മുന്നിൽ താഴരുത്. അങ്ങനെ താഴ്ന്നാൽ ഞാനൊരു പെണ്ണായി പോവും. ആർക്കും വേണ്ടത്ത വെറും ഒരു ചളക്ക് പെണ്ണ്. മക്കൾക്ക് പകരം വയ്ക്കാൻ കഴിയും. എന്റെ ഒരേ ഒരു പെൺതടിക്ക് ഒടുങ്ങാത്ത ദുഃഖം കടിച്ചമർത്തുമ്പോൾ അച്ഛന്റെ വിജയം മാത്രം കൊതിക്കുന്ന നീയുണ്ടല്ലോ. മകം പിറന്ന വെറും മങ്കയല്ല, മകം പിറന്ന ദുർഗയാണ് നീ. ഇതേലിനെ പോലെ തല കുമ്പിട്ടല്ല, പകരം അംഗം തേച്ചു വന്ന അർജുനനെ പോലെ നെഞ്ചു വിരിച്ച് ഒരു ദിവസം അച്ഛൻ ഇവിടെ അന്ത്യം ഉറക്കണമെന്ന് ഒരു നേരത്തെ ആഹാരം വിളിപ്പിച്ചിരണം. നിവർത്തിയില്ല, ഒരു നിർഭാഗ്യവതിയായി പോയല്ലോ അച്ഛനാ. സാരമില്ല, അച്ഛന് ഒന്നും ആഗ്രഹിച്ചിട്ടുമില്ല. ചിരിച്ചുകൊണ്ട് അച്ഛൻ പടിയിറങ്ങിയ എന്റെ മകൾക്ക് എല്ലാം സഹിക്കാനും പൊറുക്കാനുമുള്ള കരുത്തു കൊടുത്തേക്കേ എന്റെ ഗുരുവായൂരപ്പ. ക്ഷേത്രം പണിത് നിന്നെ അതിൽ പ്രതിഷ്ഠിച്ച് പൂജിക്കാമെന്നതാ. ക്ഷണിച്ചിട്ട് നാളിന്നലെ കാണത്തി ഞാൻ എങ്ങനെയാണോ തന്റെ ശത്രുവായേ? നീ മാത്രമല്ല, എല്ലാ സ്ത്രീകളും എന്റെ ഉറക്കം കെടുത്തുന്ന കിച്ചണുകളാണ്. താലി കെട്ടിയ ഭർത്താവിന്റെ ചെവി ദുഷ്ടമന്ത്രങ്ങൾ ഓതിക്കൊടുത്ത് താൻ എന്റെ ജീവിതം വഴിയാതരമാക്കിയില്ലേ? പറയോ, എന്റെ തെറ്റാണോ തന്നോട് ചെയ്തത്? ഒരു ദരിദ്ര കുടുംബത്തിലെ ഒരു പണിക്കാരുടെ മകളായി ജനിച്ച എനിക്ക് വലിയ വലിയ മോഹങ്ങളൊന്നുമില്ലായിരുന്നു. വയസ്സറിച്ച കാലം മുതൽക്ക് മനസ്സിൽ കൊണ്ടു നടന്ന ഒരു സ്വപ്നം അല്ല, ഒരു ചെറിയ ആശ, ഒരു വിവാഹം, ഒരു ഭർത്താവ്, ഒരു കുടുംബം, തോടി നടക്കുന്ന കുട്ടികൾ എല്ലാം
നിന്നെ പോലെ പാതി വഴിയിൽ ജീവിതം മുരടിച്ചു പോയ ആയിരക്കണക്കിന് പെൺകുട്ടികൾക്ക് വേണ്ടി ഈ ദുർഗ നിന്നെ ശപിക്കുന്നു. ആവശ്യത്തിനും അനാവശ്യത്തിനും നീ അലാറം വിളിക്കുന്ന നിന്റെ നാവുണ്ടല്ലോ, അതൊരു നാൾ പുഴുത്ത പുഴയായിരിക്കും. ഇത് കണ്ട് ഈ ദുർഗ അടങ്ങോ? നിന്റെ ഭാര്യ ദുർഗ, അവൾ വെറും ദുർഗയല്ലടാ, അവൾ ദേവിയാണടാ, ദേവി. ഇനി ഞാൻ ഇവിടെ നിൽക്കാൻ പാടില്ല. കണ്ടിട്ട് നിറങ്ങുന്ന എന്റെ ഈ പാദങ്ങൾ ഈ പുണ്യഭൂമിയെ സ്പർശിക്കാൻ പാടില്ല. ഹരീന്ദ്ര, മാപ്പ്, എല്ലാത്തിനും മാപ്പ്. എന്താ കോല കുട്ടിയത്? അവിടെ നിൽക്ക് പറഞ്ഞിട്ട് മാത്രം അവിടെ നിൽക്ക്. ആരെ വിളിച്ചിട്ടത്? ഒരു കാക്കാലിക്ക് മുഖം നോക്കി ലക്ഷണം പറയൂ അത്രേ. ആ മുഖം കണ്ടാലേ കണ്ട് പറയാൻ എനിക്ക് തോന്നിയത്. കൈക്ക് വിടുള്ള ചേട്ടാ, ഈ ദുർഗയുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് അറിയാലോ. കൈ നോക്കിയും മുഖം നോക്കിയും ലക്ഷണം പറയും. ഉള്ളതുപോലെ പറയുന്നട്ടാ. കാക്കാലത്ത് കളവ് പറയാലോ. ഫീസ് എത്രയാണ്? പണം ലക്ഷ്മിയാണ്, ദേവിയാണ്, സരസ്വതിയാണ്. നിന്റെ പൂജ്യത്തിൽ കുറയാത്തൊരു വലിയ നോട്ട് കയ്യിലിങ്ങ് താമാളെ. 500 രൂപ, 100 രൂപ തരാം. അല്ല ദുർഗേ, 100-ന് 100-ന്റെ ഫലം പറയും, 500-ന് 500-ന്റെ ഫലം പറയും. കാക്കാലത്ത് മകളുടെ കൈ കാണട്ടെ. കൈരേഖയും തലവരയും തൂക്കാൻ പോകത്തില്ല മകളെ. എന്താ പേര്? പത്മിനി എന്നാണ് പേര്. എല്ലാവരും പപ്പീന്ന് വിളിക്കും. ഹായ്, നല്ല അഴകാണ് കൈ. 5-6 പേർക്ക് വെച്ച് വിളമ്പി വിട്ടേണ്ട കയ്യാ. പക്ഷേ സന്താന ഭാഗ്യം കാണുന്നില്ലല്ലോ മകളെ. എങ്ങനെ ഉണ്ടാവാനാ? കല്യാണം കഴിഞ്ഞ് 4-ാം ദിവസം അങ്ങേര് ദുബായിക്ക്. എല്ലാം എന്റെ വിധി. നിരാശപ്പെടവേണ്ട മകളെ, ആശയ്ക്ക് വകയുണ്ട്. വിദേശത്തേക്ക് പറക്കാനുള്ള ഒരു യോഗം കാണുന്നു കാക്കാലത്തെ. അയ്യോ ദുർഗേ, ഇത് പറയാനാ ഞാൻ വന്നേ. എനിക്ക് ദുബായി പോവാൻ വീസ ശരിയായി. കൊടും ചൂടാണെങ്കിലും മണലാരണ്യത്തിലാണെങ്കിലും ഇനിയുള്ള കാലം ഭർത്താവിന്റെ കൂടെ ദുബായി കഴിയാലോ. കാക്കാലത്തിന് നാവ് പൊന്നാണ് കേട്ടാ. ആ പൊന്നാവട്ടെ, പൊന്നാവട്ടെ, പൊന്നാവട്ടെ. എന്താ മകളെ ഇത്? അഴിഞ്ഞുലഞ്ഞ തലമുടിയും അലസമായ വസ്ത്രധാരണവും, കണ്ണിലാണെങ്കിലോ അഗ്നിയും, മനസ്സിനെ അലട്ടുന്ന
എന്തോ ഒരു സംഗതി മകളുടെ മനസ്സിലുണ്ടല്ലോ. വാരാന്തക്കാരിയാണെങ്കിലും കാക്കാലത്തേക്കുമുണ്ട് ഒരു ചെറിയ മനസ്സ്. മകളുടെ ഈ കൈ കാണാൻ കാക്കാലത്തേക്ക് പണം വേണ്ട. എന്താ പേര്? ദുർഗ. ദുർഗ ഉഗ്രമൂർത്തിയുടെ പേരാണല്ലോ. ദേവത പൊറുതി തരുന്നില്ല അല്ലേ? മുടങ്ങിയതിന്റെ കോപമല്ലാട്ടോ മകളെ. ചെറിയൊരു പിണക്കം. ഹിമാലയത്തിൽ പോയി തപസ് ചെയ്താലോ, ഗംഗയിൽ പോയി സ്നാനം ചെയ്താലോ, ക്ഷേത്രത്തിൽ വിളക്ക് വയ്ക്കുന്ന പുണ്യം ഇല്ല മകളെ. സ്വന്തം മണ്ണിലും സ്വന്തം മനസ്സിലുമേ ഗന്ധർവനും രക്ഷസും പിതൃക്കളും കുട്ടികൊള്ളുള്ളൂ. അതുകൊണ്ട് കുടുംബക്ഷേത്രത്തെ ആരും ചായി കാണണ്ട. പ്രതിഷ്ഠ ചെറുതാണെങ്കിലും ഫലം വരുന്ന വഴി നിർവചിക്കാൻ കഴിയില്ല മക്കളെ. നമ്മുടെ സ്വാമി സാർ നമ്മളെ വിട്ട് പോയി ഹരീന്ദ്ര. സ്വാമി സാർ റെയിൽവേ ട്രാക്ക് മുറിച്ച് നടക്കുന്നതിനിടയിൽ പാഞ്ഞു വന്ന ട്രെയിൻ റെയിൽവേ ട്രാക്കിൽ തലയേറ്റി കിടക്കുന്ന നമ്മുടെ സ്വാമി സാറിന്റെ ശരീരം നമ്മൾ ആരെങ്കിലും ചെന്നേറ്റു വാങ്ങിയില്ലെങ്കിൽ കോർപ്പറേഷൻകാരെ നിർത്തുമെന്ന് തെമ്മാടിക്കുഴി നടക്കുവാനില്ല. എങ്ങോട്ട്? എന്തിനും? അച്ഛനെയും അമ്മയെയും കാണണം. പിടിച്ചു കിടക്കുന്ന കാവ് വൃത്തിയാക്കി എനിക്കവിടെ വിളിച്ചു തെളിയിക്കണം. വാഹിച്ചു വരേണ്ടിയിരിക്കുന്ന എന്റെ ദേവതയ്ക്ക് കോഴിയേർത്ത് വിഴുതി കൊടുക്കണം. ദുർഗ, ദുർഗ, എന്നെ തിരിച്ചു വിളിക്കാനോ എന്നെ യാത്രയ്ക്ക് മുടക്കാൻ വരുത്താനോ ശ്രമിക്കരുത്. അതിന് ഒരു ശക്തിക്കുമാവില്ല. ദുർഗ, ഈ അവസ്ഥയിൽ നീ എന്നെ തനിച്ചാക്കി പോയാൽ ആര് പറഞ്ഞു ഹരിയേട്ട നിങ്ങൾ തനിച്ചാണെന്ന്? ആകാശം മുട്ടെ ഉയർന്നു നിൽക്കുന്ന ഈ ഫ്ലാറ്റിൽ നിങ്ങൾ നിങ്ങൾ തനിച്ചല്ല ഹരിയേട്ട.
ആരാ ആരാ ഹരീന്ദ്ര ഇത് ഞാനാടാ, നിന്റെ സ്വാമിയേട്ടൻ. രാമേണ്ട. അങ്ങനെ തനിയാവർത്തനത്തിന്റെ തിരക്കഥയുമായി പ്രേതമായ സ്വാമിനാഥൻ ഈ ഫ്ലാറ്റിനകത്തും ഒരു ഗതിയും പരഗതിയുമില്ലാത്ത ഹരീന്ദ്രൻ ഈ ഫ്ലാറ്റിന് പുറത്തും എല്ലാത്തിനും സാക്ഷിയായി ഈ